हरे कृष्णा सर्वम कृष्ण अर्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा പവനപുരേഷൻ की जय, ഓം ശ്രീ മാത്രേ നമഃ, ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ വിഷ്ണു സഹസ്രനാമ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. ലാസ്റ്റ് ക്ലാസ് ഏതായിരുന്നു ഓർമ്മ? വിഷ്ണു സഹസ്രനാമം ശ്ലോകം ലാസ്റ്റ് എവിടെ വരെ എടുത്തിരുന്നു?
ഷാനുവിന് എളുപ്പം ജോലി കിട്ടുമെന്ന്. ലാസ്റ്റത്തെ ക്ലാസ് എത്രയാണെന്ന് പറയൂ. നമ്മൾ ലാസ്റ്റ് എടുത്ത ക്ലാസ് എത്രാമത്തെ ശ്ലോകം? ഞാൻ പറയുന്ന കേൾക്കണില്ലേ ആർക്കും? എന്താ ഒന്നും മിണ്ടാത്തെ? എത്രാമത്തെ ശ്ലോകം എടുത്ത ലാസ്റ്റ്? ഒരാള് കമന്റ് ചെയ്യാൻ മറന്നൂല്ലേ? അപ്പൊ വിഷ്ണു സഹസ്രനാമം എടുത്തതൊക്കെ ലാസ്റ്റ് എത്രാമത്തെ ക്ലാസ് എടുത്തേന്ന് ഓർമ്മയില്ല? ഏത് ശ്ലോകം വരെ എടുത്തേ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നൊക്കെ ഉണ്ട്. ലാസ്റ്റ് എടുത്ത ക്ലാസ് എത്രാമത്തെ ശ്ലോകമാണ്? എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെയുണ്ട് ക്ലാസ്സിൽ? എഴുപത്തിരണ്ട് എടുത്തു. ഓക്കെ, പ്രസന്നാമ പറയുന്നു 72. ഇനിയിപ്പോൾ എല്ലാവരും 72 ഇടും, എനിക്കറിയാം. അടുത്തത് 72 എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വരും. മോശം മോശം മോശം, വളരെ മോശം. ഇന്ന് ക്ലാസ് എടുക്കാൻ കുറച്ച് വൈകിപ്പോയി, ക്ഷമിക്കണം. പിന്നെ ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 93 42 49 49 41 73 ഓർ 74. ശാന്തി മാതാജി. അപ്പം മഞ്ജരീസിൻ്റെ കോൺടാക്ട് നമ്പർ വന്നിട്ട് 93 42 49 49 41. നിങ്ങൾ മഞ്ജരീസിലേക്ക് 2-3 ദിവസമായിട്ട് മെസ്സേജ് അയച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും നോക്കിയിട്ടില്ല, നാളെ നോക്കൂ. ഓക്കെ, കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ട് നാളെ നോക്കത്തുള്ളൂ. അതുകൊണ്ട് മാതാജി എൻ്റെ മെസ്സേജ് കണ്ടില്ല അങ്ങനെയുള്ള യാതൊരു പ്രയാസവും വേണ്ട. പിന്നെ ബുക്സുകളെല്ലാം ഇവിടെ നിന്ന് അയച്ചിട്ടുണ്ട്. കുറച്ച് കേരളത്തിൽ മഴയും കാര്യങ്ങളായതുകൊണ്ടൊക്കെ കുറച്ച് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ ഡിലേ ആവുന്നുണ്ട്. പലർക്കും കിട്ടിയെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു, പലർക്കും കിട്ടിയില്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടും, അതുകൊണ്ട് വിഷമിക്കേണ്ട. ഇനിയും കുറച്ച് ബുക്സ് ഇവിടെ നിന്ന് അയക്കാനുണ്ട്. നമുക്ക് പരിധി ഉണ്ടല്ലോ പാക്ക് ചെയ്ത് അയക്കുന്നതിന്, അല്ലേ? മാൻ പവർ വേണ്ടേ? ബുക്സ് അയക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പ്രഭാഷണങ്ങൾക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, കുറച്ച് പേർക്ക് ഇനിയും കിട്ടാനുണ്ട്. ഓക്കെ, പ്രമീള മാതാജി പറയുന്നത് ഞാൻ സത്യം പറയാം എനിക്ക് ഓർമ്മയില്ലെന്ന്. സാരല്ല കേട്ടാ, നമ്മൾ ഇനിയും കാണും. അപ്പം ഞാൻ ഓർമ്മിപ്പിച്ച് തരാം. പിന്നെ നാട്ടിലൊക്കെ പോയി തിരിച്ചു വന്നു, വളരെ സന്തോഷം. അതിലേറെ നാളെ എൻ്റെ ഒരു പുതിയ മൂവി, ഇംഗ്ലീഷ് മൂവി മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ നിന്ന് തമിഴിലേക്ക് റിലീസാവാണ്. ഹീമാൻ എന്ന് പറഞ്ഞിട്ട് തിയേറ്റർ റിലീസാണ്. ഭഗവാന്റെ കാരുണ്യത്തിൽ അത് ഞാൻ ശബ്ദം കൊടുത്ത മൂവിയാണ്. നന്നായിട്ട് സക്സസ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭഗവാൻ അനുഗ്രഹിച്ചാലാവട്ടെ. നമ്മുടെ പ്രൊഫഷണൽ നമുക്ക് വലുതാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും കേരളത്തിലെ ചില അവസ്ഥകൾ നമ്മളെ നല്ലോണം വിഷമിപ്പിക്കുന്നുണ്ട്, ശരിക്കും വിഷമിപ്പിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു കുഞ്ഞിനെ ഒരമ്മയും ആ അമ്മയുടെ ഒരു കൂടെ ഉണ്ടായിരുന്നൊരു വ്യക്തിയും ചേർന്നിട്ട് വളരെയധികം വിഷമിപ്പിച്ചിട്ട് ആ കുഞ്ഞ് നമ്മളിൽ നിന്ന് പോയി. ശാന്തി മാതാജി, വിനോദ് പ്രഭു വന്നിട്ടുണ്ട്. 2-3 സാധനങ്ങളുണ്ട് കയ്യിൽ. അപ്പോൾ അവിടെ എത്തും. ഒരു 2 മിനിറ്റായി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട്. ഓക്കെ, വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു അവസ്ഥ. അത് വളരെയധികം വേദന ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും. അപ്പം എങ്ങനെ പറയണം, എന്ത് പറയണം എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇതെല്ലാം തന്നെ ഇങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കേരളത്തിൽ മാത്രമല്ല ഇത് സംഭവിക്കുന്നത്, പല സ്റ്റേറ്റുകളിലും സംഭവിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ 2 ദിവസം മുന്നേ മറ്റോ ഞാനൊരു ന്യൂസ് കണ്ടു. തെലുങ്കാനയിൽ 2 ഇരട്ട പെൺകുട്ടികളെ, 5 വയസ്സോ 6 വയസ്സോ ഉള്ള 2 ഇരട്ട പെൺകുട്ടികളെയാണ് ഒരച്ഛൻ കൊന്നത്. ആൺകുട്ടി ഉണ്ടായില്ല എന്നൊരു കാര്യത്തിന്. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് മുക്കിന് കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ, ഇവിടെ തമിഴ്നാടാവട്ടെ കേരളമാവട്ടെ ക്ഷേത്രങ്ങളുണ്ട് ഇല്ലേ? ക്ഷേത്രങ്ങളുണ്ട്, പള്ളികളുണ്ട്.
അത് ചർച്ചുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എവിടെയാണ് മനുഷ്യൻ മൃഗമായി മാറുന്നത് എന്നൊന്നും നമ്മൾ ചിന്തിക്കണം. അതിനെന്താണ് സൊല്യൂഷൻ എന്ന് ചിന്തിക്കണം. നാട്ടിലെ നിയമപാലകരെയോ അതായത് പോലീസിനെയോ ഗവൺമെന്റിനെയോ നമ്മൾ പഴിചാരിയിട്ട് കാര്യമില്ല. വ്യക്തികളാണ് നന്നാവേണ്ടത്, അല്ലെ? വ്യക്തികൾ എവിടെയാണ് മനുഷ്യന്മാര് മൃഗത്തിന് തുല്യമായി മാറുന്നത്? അതിന് 2 കാരണങ്ങളേ ഉള്ളൂ. ഞാൻ ഒരുപാട് റീൽസ് കണ്ടു, ഒത്തിരി റീൽസ് ഞാൻ FBയിലൊക്കെ കണ്ടു. അപ്പൊ ആ FBയിലൊക്കെ പലരും ആ കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നു, പൊന്നു മോനെ മാപ്പ് വിടാ, അത് ഇത് എന്ന് പറഞ്ഞ് അവരവരുടെ വിഷമങ്ങൾ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അംഗീകരിക്കാം. പക്ഷെ കുറച്ചും കൂടെ ബോധവൽക്കരണം നമ്മളുടെ കേരളത്തിൽ പോട്ടെ, എല്ലായിടത്തും ആവശ്യമുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മാതൃഭാഷ അനുസരിച്ച് കേരളത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പൊ ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അല്ലെ? എല്ലാവരും കുറെ ഗീത പഠിക്കുന്നു, ഭാഗവതം പഠിക്കുന്നു, നാരായണീയം പഠിക്കുന്നു, എന്തൊക്കെയോ പഠിക്കുന്നു, ബൈബിള് പഠിക്കുന്നു, ഖുറാൻ പഠിക്കുന്നു, എല്ലാ മതഗ്രന്ഥങ്ങളും പഠിക്കുന്നുണ്ട്. നമ്മളുടെ ഈ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങളും കൂടെ ആലോചിക്കുക. അതിനു വേണ്ടി നമ്മളിപ്പോൾ വലിയൊരു കുടുംബ കൂട്ടായ്മയാണ് മഞ്ജരീസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടെ അലേർട്ട് ആവാൻ നമ്മളെ പോലെയുള്ളവർക്ക് സാധിക്കുന്ന എനിക്ക് തോന്നുന്നത്. കാരണം ഇനി എവിടെ പ്രഭാഷണങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു അവയർനെസ് ക്ലാസ്സും കൂടെ ഞാൻ അതിൽ കൊടുക്കും. കാരണം ഈ ആശാ വർക്കർ എന്ന് പറയുന്ന ആളുകൾ ഒരുപാടുണ്ട്. പലരെയും മഞ്ജരീസിലും ഉണ്ട് ഒരുപാട് ആശാ വർക്കേഴ്സ്. അപ്പോൾ അവരെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഈ ആശാ വർക്കറുടെ ജോലി എന്താണ്? എൻ്റെ ഒരു ചോദ്യമാണ്. അവര് കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ എത്തുന്നു, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടോ നോക്കുന്നു, ആ കുഞ്ഞുങ്ങൾക്ക് ഇഞ്ചക്ഷൻസ് കൊടുത്തോ നോക്കുന്നു. ഒരു ബാഗും തൂക്കി ഒരു ബുക്കും എടുത്തിട്ട് വെറുതെ നമ്മൾ 2-3 വാക്ക് വാതിൽക്കൽ നിന്ന് ചോദിച്ചിട്ട് അങ്ങനെ പോകേണ്ട ഒരു കാര്യമല്ല അവരുടെ ജോലി. നിർബന്ധമായിട്ടും ആശാ വർക്കേഴ്സ് ആ കുഞ്ഞുങ്ങളെ നോക്കണം, കുഞ്ഞുങ്ങളെ നോക്കുകയും ചെയ്യണം. ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ അസ്വാഭാവികമായിരിക്കുന്ന എന്തെങ്കിലും പാടുകൾ ഉണ്ടോ എന്ന് പോലും ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതെങ്കിലും തരത്തിലുള്ള പാടുകളുണ്ടോ, കുഞ്ഞുങ്ങളെ കാണിക്കാൻ ആ വീട്ടിലുള്ളവർ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അവരത് ചെയ്യാൻ അനുവദിക്കുന്നില്ല എങ്കിൽ നിർബന്ധമായിട്ടും അധികാരികളിൽ എത്തണം. ചിലപ്പം എന്തെങ്കിലും പോസിറ്റീവ് കാരണങ്ങളായിരിക്കാം, പോട്ടെ, നെഗറ്റീവ് കാര്യങ്ങളൊക്കെ എന്തോ ആവട്ടെ, വന്നു ഒന്ന് അന്വേഷിച്ച് പോകുന്നതിന് ഒരു തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. നിർബന്ധമായിട്ടും ചെയ്യണം. ഒരു പോയിന്റ്, ആശാ വർക്കേഴ്സ് കുഞ്ഞുങ്ങളെ കാണുകയും അവരോട് ഒരു 2-3 മിനിറ്റ് സംസാരിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരമ്മയാവുന്ന ഒരു സ്ത്രീക്ക് ഉറപ്പായിട്ടും ഒരു കുഞ്ഞിന്റെ മുഖത്തുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കുഞ്ഞിന്റെ പേടിയുണ്ടോ, അല്ലെ ആ കുട്ടിയുടെ കണ്ണിൽ എന്തെങ്കിലും അസ്വാഭാവികമായിരിക്കുന്ന ഫീലിങ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നോട്ട് ചെയ്യാൻ കഴിവുള്ള ആശാ വർക്കേഴ്സിനെ പോസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒന്നത്, നമ്മുടെ നാട്ടിൽ എത്രയോ ചെറുപ്പക്കാർ ജോലിയില്ലാതെ നടക്കുന്നു. എന്തിനാ ഓടിക്കൂട്ടി കടവും മേടിച്ച് കണ്ട എംബസിക്ക് പൈസയും കൊടുത്തിട്ട് ദുബായിലും UK-യിലും US-ലേക്ക് ചാടിപ്പോകുന്നത്? നമ്മുടെ നാടിന്റെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് ഒരു നല്ല കൂട്ടായ്മ ഉണ്ടാക്കിക്കൂടെ എന്നാണ് എൻ്റെ ചോദ്യം. ഓരോ സ്ഥലങ്ങളിലും യങ്സ്റ്റേഴ്സ് ഓരോ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക. കുറേ ക്ലബ്ബുകളുണ്ട്, യൂത്ത് ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിലുള്ള കുറെ ചെറുപ്പക്കാർ ചേർന്നിട്ട് ഒരു യൂത്ത് ഉണ്ടാക്കുക, നല്ല ചെറുപ്പക്കാർ ചേർന്നിട്ട് യൂത്ത് ഉണ്ടാക്കുക. അവർ ഏരിയ തിരിച്ചിട്ട് ഓരോ വീടുകളും ഒബ്സർവ് ചെയ്യുക. ഇത് കുട്ടികളുടെ നേരെ മാത്രമല്ല, വീടുകളിൽ താമസിക്കുന്ന വൃദ്ധജനങ്ങൾക്ക് നേരെയുണ്ട്. പല മരുമക്കളും വൃദ്ധജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതെ അടിക്കുകയും പിടിക്കുകയും തെറിവിളിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളിടത്ത് പോയിട്ട് ആ അമ്മമാരോടും അച്ഛന്മാരോടും ഒരു 5-10 മിനിറ്റ് സംസാരിക്കാൻ സാധിക്കണം. നിർബന്ധമായിട്ടും അവർ വീട്ടിൽ കയറി സംസാരിക്കണം. എന്താ അമ്മേ, കുഴപ്പമില്ലല്ലോ, സുഖല്ലേ, ഭക്ഷണം കഴിച്ചില്ലേ എന്ന് പറയുമ്പോൾ അവരുടെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാവും. അവരേതെങ്കിലും തരത്തിലുള്ള മാനസികമായോ ശാരീരികമായിട്ടോ ഉള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ എന്ന് മനസ്സിലാവും. ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് പാർട്ടി ഓഫീസുകളില്ലേ, സന്നദ്ധ സംഘടനകളില്ലേ, മനുഷ്യാവകാശ കമ്മീഷനില്ലേ, ലോക്കൽ പോലീസ് സ്റ്റേഷനില്ലേ, നമുക്ക് ഇൻഫോം ചെയ്യാലോ. അതിന് തെറ്റില്ലല്ലോ. അങ്ങനെ ഇൻഫോം ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതാത് പ്രദേശത്തെ അധികാരികൾ അത് വന്ന് അന്വേഷിക്കും. ഇനി ഒറ്റപ്പെട്ട വീടുകളാണെങ്കിൽ എങ്ങനെ നോക്കിയാലും ഒറ്റപ്പെട്ട വീടെന്താ, ഒരിക്കലും മനുഷ്യനായിട്ട് സമ്പർക്കമില്ല എന്ന് പറയാൻ പറ്റില്ല. ആ ഒറ്റപ്പെട്ട വീടുകളിൽ ഒരു ഒബ്സർവേഷൻ വേണം. അവരവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതുപോലെ വീട് വാടകയ്ക്ക് ഇരിക്കാൻ വരുമ്പോൾ അവരുടെ കറക്റ്റായ ആധാർ കാർഡ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ലോക്കൽ പോലീസ് സ്റ്റേഷൻ ഒരു വെരിഫിക്കേഷൻ നടത്തിയിട്ട് വീട് വാടകയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കണം. മനസ്സിലായോ? അതൊക്കെ ചെയ്തിപ്പോൾ വേറൊരാൾക്ക് വേണ്ടി എന്ന് പറയുന്ന അവിടെ വേറൊരാൾ താമസിക്കുന്നു, അങ്ങനെയൊന്നുമില്ല. ആരാണ് താമസിക്കുന്നതെന്ന് ഓണേഴ്സ് വ്യക്തമായി ചോദിക്കണം. ആരാണ് താമസിക്കാൻ വരുന്നത്, നിങ്ങളുടെ ലോക്കൽ ഗാർഡിയൻസ് ആരാണ്, അവർക്ക് എന്താണ് ജോലി, അത് ഏത് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഇപ്പൊ ഈ കൊന്ന അഷ്കർ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാണ്ടാണോ ഈ ഹൗസ് ഓണർ വീട് കൊടുത്തിരിക്കുന്നത്? അയാളുടെ ബ്രദറോ ആരോ വന്നെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളുടെ എല്ലാ ഡീറ്റെയിൽസും എടുക്കണം. എടുത്തിട്ട് വേണം ഇപ്പൊ ആ പെൺകുട്ടിയുടെ വീട് എവിടെയാണ്, എന്താണ്, എവിടെ, ഏത് നാട്ടിലാണ്, അവരുടെ അച്ഛൻ എവിടെ, അമ്മ എവിടെ, ഇതൊക്കെ അന്വേഷിച്ചിട്ട് വേണം ഓണേഴ്സ് വീട് കൊടുക്കാൻ.
അപ്പം തന്നെ ഇങ്ങനെയുള്ള കുറേ ക്രൈംസ് നമുക്ക് അവോയ്ഡ് ചെയ്തുകൂടെ? കുറച്ചെങ്കിലും നമ്മൾ ഒരു വ്യക്തമായിട്ടൊരു സെൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ക്രൈംസ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഈ ആശാ വർക്കേഴ്സ് എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു സന്നദ്ധ സംഘടനകൾ ഉണ്ടാവുന്ന സമയത്ത് ഈ ആശാ വർക്കേഴ്സ് ഇൻഫോം ചെയ്യണം. നമ്മളെ നാട്ടിലെ യൂത്ത്, ഒരു ചെറുപ്പക്കാരുടെ കൂട്ടായ്മ ഓരോ പഞ്ചായത്തിലും ഉണ്ടാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഓരോ പഞ്ചായത്തിലും 5-6 ആമ്പിള്ളേർ ചേർന്ന് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ആ കൂട്ടായ്മ ചെന്നിട്ട് പറയണം, നിങ്ങൾ വാതിൽ തുറന്നിട്ടില്ല, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെയോ അല്ലെങ്കിൽ വീട്ടിലെ വൃദ്ധജനങ്ങളെയോ ഞങ്ങളെ കാണിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഞങ്ങൾ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യും എന്ന് പറയുന്നിടത്ത് നിർബന്ധമായിട്ടും കാണിച്ചു തരും അവര്. അപ്പൊ ആ കുഞ്ഞിന് അത്രയും പ്രയാസം നേരിടേണ്ടി വരില്ലായിരുന്നു. നമ്മൾ ഒഴിഞ്ഞു മാറി പിന്നീട് നാട്ടുകാരറിഞ്ഞില്ല, വീട്ടുകാരറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റിയുടെ പോരായ്മയാണ് അവിടെ. മനസ്സിലായി? ആ യൂണിറ്റി എന്നും നമ്മുടെ നാടുകളിൽ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാതിരിക്കട്ടെ. ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ സത്യം പറയാലോ, ഒരു പ്രസവം കഴിഞ്ഞ അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല. അത് 2 കൈയും എടുത്തിട്ട് ആ വീഡിയോ എടുക്കുന്ന പയ്യന്റെ നേരെ ചാടുകയാണ് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഒരു അപകടം പറ്റി അവർ വേദന അനുഭവിക്കുകയാണെങ്കിൽ അമ്മമാരുടെ നെഞ്ചോട് ചേർന്ന് കിടക്കും, അല്ലെ ആ കുട്ടി ഒരു വെപ്രാളം കാണിക്കും, അല്ലെങ്കിൽ കരയും, എന്തെങ്കിലും ആ കുട്ടിയുടെ റിയാക്ഷൻ ഉണ്ടാവും. ഇതെല്ലാ വികാരങ്ങളും നഷ്ടപ്പെട്ട രീതിയിലാണ് ഈ കുട്ടി ആ അമ്മയുടെ ശരീരത്തിൽ ഇരിക്കുന്നത്. എന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന പയ്യൻ എന്തോ മൊബൈലിൽ ചെയ്യുന്ന സമയത്ത് ആ പയ്യന്റെ നേരെ ചാടുകയാണ്. എന്തിനാണ് ആ കുട്ടീനെ ഒന്ന് എടുക്കാൻ? ആ സമയത്ത് അത് മനസ്സിലായില്ലെങ്കിൽ പിന്നീട് നമ്മളെ കൊണ്ട് ഈ വീഡിയോസ് പലത് ചിന്തിപ്പിക്കുകയാണ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് നേരെയും ഈ വൃദ്ധജനങ്ങൾക്ക് നേരെയുമുള്ള ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ നിർബന്ധമായിട്ടും ഞാൻ പറയുന്നു ഒരു യൂത്ത് വിങ് ഉണ്ടായിരിക്കണം. ഓരോ യൂത്ത് ഒരു 5-6 ആമ്പിള്ളേർ ചേർന്നിട്ട് ഓരോ ഗ്രൂപ്പ് ഉണ്ടായിട്ട് അതാത് ഏരിയയിൽ അവർ ഓരോ വീടുകളെയും അവർ നോക്കുകയാണ്, ഒബ്സർവ് ചെയ്യാണ്. ഒരാവശ്യം വരുമ്പോൾ നമ്മളെ വീട്ടിലിപ്പോൾ ഒരു മരണം നടന്നാൽ ആ ഏരിയയിലുള്ള എല്ലാവരും വരുന്നില്ലേ? അതേപോലെ ഓരോ ഏരിയയിലും 5-6 ആമ്പിള്ളേർ ചേർന്നിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക. ആ കൂട്ടായ്മ എന്ത് ചെയ്യുക? എവറി സൺഡേ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ നേരെ ഓരോ വീടുകളായിട്ട് സന്ദർശിക്കുക, ഒരു ബന്ധം വെക്കുക ഏത് വീടുകളായിട്ടും. ഇനി വാടകയ്ക്ക് വരുന്നവരാണെങ്കിൽ പറയാം, ഞങ്ങൾ ഈ ഏരിയയിലുള്ള യൂത്ത് വിങ് ആണ്, അപ്പോൾ ആരൊക്കെ ഇവിടെ താമസിക്കുന്നത് നമുക്ക് അറിയാൻ വന്നിരിക്കുകയാണ്, എത്ര കുട്ടികളുണ്ട്, വയസ്സായ ആരെങ്കിലും ഉണ്ടോ, ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ മന്ത്ലി ഒരു 2-3 പ്രാവശ്യം വരും, ഒബ്സർവ് ചെയ്യും, നിങ്ങൾക്ക് വല്ല ഭക്ഷണത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അറിയാനാണ് എന്നുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നിട്ട് നേരെ എന്തെങ്കിലും അസ്വാഭാവികമായിരിക്കുന്ന കാര്യങ്ങൾ കാണുകയാണെങ്കിൽ നേരെ അത് പോലീസിൽ ഇൻഫോം ചെയ്യാം, ഇങ്ങനൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ പറയുക, ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബശ്രീകളൊന്നും ഇതൊന്നും ചെയ്യാൻ പോണില്ല അമ്മേ. കുടുംബശ്രീകളുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് കുടുംബശ്രീകൾ ഉണ്ടാക്കുക, കുറേ ആൾക്കാരുടെ കുറ്റം പറയുന്നിട്ട്. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു, ഇനി കുടുംബശ്രീക്കാർ മൊത്തം എൻ്റെ നേരെ വന്നാലും കുഴപ്പമില്ല, അതിൽ 1-2 പേര്, കുറേ പേര് നല്ലവരുണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയണില്ല. നമസ്തേ സ്വാമി, കുറേ പേര് നല്ലവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ചില സ്ഥലങ്ങളിലുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് നാൾ അങ്ങോട്ടേക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല കൂട്ടായ്മ ഉണ്ടാക്കുക, പിന്നെ ഒരു ലോൺ എടുക്കുക, എന്തെങ്കിലും ഒരു ഷോപ്പ് തുടങ്ങുക, സ്വകാര്യ വളർച്ച, ഇതാണ് ആഗ്രഹിക്കുന്നത്. ഈ സ്വകാര്യതയിൽ നിന്നും കൂടെ മാറിയിട്ട് വേണം നമുക്ക്, പക്ഷെ ഞാൻ പറയുകയാണ്, ഒന്ന് മാറിയിട്ട് സമൂഹത്തിന് നന്മയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടായ്മകൾ നമുക്ക് വളരെ അത്യാവശ്യമാണ്. എത്ര സ്ട്രോങ് ആയിട്ടുള്ള ആമ്പിളർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയോ? കേരളത്തിൽ പലരും ജോലി ഇല്ലാതെ പല വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർ നാടിന് വേണ്ടിയിട്ട് സേവനം ചെയ്യാൻ ഓരോ കൂട്ടായ്മ ഉണ്ടാക്കി ആ സേവനത്തിലൂടെ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ക്ഷേത്രങ്ങളിലൊക്കെ ഒരു സൺഡേ അല്ലെങ്കിൽ ഒരു ഫ്രൈഡേ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക, ചില കാര്യങ്ങൾ ഉണ്ടാക്കുക. പീഡിപ്പിക്കാനൊന്നും പോണില്ലല്ലോ, അതിനല്ലേ ഈ കാലത്ത് വീഡിയോയും ഫോണും എല്ലാം ഉള്ളത്. ഇങ്ങനെ കൂട്ടായ്മ ഉണ്ടാക്കി ആ കൂട്ടായ്മ അങ്ങനെ അവർ പോയി വീട്ടിന്റെ ഉള്ളിൽ കയറി ഇടിച്ചു കയറാനൊന്നും പോണില്ല. വീട്ടിന്റെ മുമ്പിൽ നിന്നിട്ട് ചോദിക്കുന്നു. അത് 5-6 ആമ്പിള്ളേരെ ചേർന്നിട്ട് പകൽ സമയത്ത് പോകണമെന്നാ പറയുന്നത്. ഫോണും വീഡിയോ എല്ലാം ഓണാക്കി പോണേൽ എന്താ കുഴപ്പം? ഒരു എൻക്വയറി ചെയ്യുന്നതിന് എന്താ കുഴപ്പം? അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും അങ്ങനെ ആരും കയറി പീഡിപ്പിക്കുന്നൊന്നും പറയൊന്നുമില്ല. നേരെ ചെല്ല, അവരോട് കാര്യം സംസാരിക്കുക. നിങ്ങൾ പുതിയതായിട്ട് വന്നാലേ, അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് അന്വേഷിക്കാൻ വന്നു. ഒരാവശ്യം വന്നാൽ ഈ നാട്ടുകാർ തന്നെ ഇടപെടണ്ടേ? വേറെ ആരും ഉണ്ടാവില്ലല്ലോ ഇടപെടാൻ, ഈ നാട്ടുകാരൊക്കെ തന്നെ ഓടിച്ചെല്ലണ്ടേ? അപ്പൊ ആ ഒരു ഐക്യം ഉണ്ടാക്കി എടുക്കാന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്കറിയാൻ പറ്റും ഓരോ വീടുകളിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി സ്ഥലങ്ങളിലോ ചർച്ചിലോ എവിടെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, ഒരു ബോക്സ് വെക്കുക. ഒന്നും വേണ്ട, എന്തെങ്കിലും തരത്തിൽ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട് എന്നാണെങ്കിൽ ആ ഒരു പേപ്പർ, ഒരു തുണ്ട് പേപ്പറിൽ ഒരു നമ്പർ എഴുതിയിടുക, അല്ലെങ്കിൽ ഒരു പേര് എഴുതിയിടുക, സ്ഥലം എഴുതിയിടുക, എന്തെങ്കിലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കാര്യം എഴുതിയിട്ട് ബണ്ണാർത്ത് ഇടുന്ന പോലെ അവിടെ ഇട്ടേക്ക്. അതിനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ആ ഗ്രൂപ്പ് അതുപോയി ഓപ്പൺ ചെയ്യട്ടെ, നോക്കട്ടെ അതിലെന്താ പ്രശ്നം, അവർ ഐഡന്റിഫിക്കേഷൻ ചെയ്യട്ടെ, നേരെ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യട്ടെ. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ നാട്ടുകാർ കയറി അടിക്കാൻ നോക്കിയിട്ട് കാലം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ അവനെ കുറെ തല്ലി അവനെ കൊണ്ടേ പോലീസ് സ്റ്റേഷനിലിട്ട്
തല്ലി എല്ലാം ചെയ്തു എന്ന് തന്നെ കരുതാം. ആ കുഞ്ഞിന് എന്ത് കിട്ടും? ആ കുഞ്ഞ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടില്ലേന്ന് എൻ്റെ ചോദ്യം. ഇതുപോലെയുള്ള മൃഗങ്ങൾക്ക് നേരെ പ്രതികരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള മൃഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയണത്. ഉണ്ടാവേ ചെയ്യരുത്. അതിന് നമ്മളെ നാട്ടിലെ നല്ല നല്ല ചങ്കുറപ്പുള്ള കുറേ ചെക്കന്മാർ കയറി ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പ് വഴി അവർ വളരെ ധാർമ്മികമായിട്ട് കാര്യങ്ങൾ എന്താ പറയുക അന്വേഷിച്ചിട്ട് അവിടെ ഒരു എന്തെങ്കിലും ഒരു ഇത് കാണുന്നതാണെങ്കിൽ നമ്മുടെ പോലീസുകാരുടെ അടുത്ത് ഇൻഫോം ചെയ്ത കേരള പോലീസിന് മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരു ക്രിമിനൽസും ഇല്ല. മനസ്സിലായില്ലേ? അവർ വേണ്ട രീതിയിൽ അവരത് വന്നിട്ട് അന്വേഷിക്കും. നമ്മൾ ഇൻഫോം ചെയ്ത സാർ ഇങ്ങനെ ഞങ്ങൾക്ക് തോന്നി സാർ ഇങ്ങനെ ഒരു അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, അത് യാഥാർത്ഥ്യമാണോ എന്ന് അറിയില്ല സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ പോലീസുകാർ അത് ഒബ്സർവ് ചെയ്യും. അവരത് അന്വേഷിക്കും. അന്വേഷിച്ച് അവരുടെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടാവും. മനസ്സിലായില്ല? അവരത് അന്വേഷിക്കുകയും ചെയ്യും. അത് എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ കാണുന്നു എന്നാണെങ്കിൽ അവർ ഉറപ്പായിട്ട് അത് ഇൻവോൾവ് ആവും. നമ്മുടെ പോലീസുകാർ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവർ ഇൻവോൾവ് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എപ്പോഴും ശ്രദ്ധ വേണം. തൊട്ടപ്പുറത്തെ വീടുകളിൽ ഏത് കാറ് വാങ്ങുന്നു, അല്ലെങ്കിൽ എത്ര വീട് വെക്കുന്നു, അതെല്ലാം നമ്മൾ നോക്കണ്ടേ. ആ വീടുകളിൽ ആരെങ്കിലും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും ശ്രദ്ധിക്കണം. എന്നാ പിന്നെ ഒരിക്കലും എന്താ പറഞ്ഞ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓരോ കുഞ്ഞുങ്ങള് ഏത് അവസ്ഥയിലാണ് ഓരോ മക്കള് ഗതികെട്ട് പോകണമെന്ന് ആലോചിച്ച് നോക്കുക. ആ കുഞ്ഞിന് എന്തറിഞ്ഞിട്ട് അച്ഛന്ന് വിളിക്കാനറിയില്ല, അമ്മാന്ന് വിളിക്കാനറിയില്ല, അതിന്റെ പേര് പോലും പറയാൻ അറിയില്ല, ഒരു ചിരിയില്ല. AI വീഡിയോസിലൂടെയാണ് അത് ചിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അല്ലാണ്ട് ചിരിക്കാൻ പോലും അറിയാത്ത ആ കുഞ്ഞിനെ എന്തൊരു കാര്യം ചെയ്തു വെച്ചിരിക്കണം നോക്ക്. ഈ ആശാ വർക്കർ ഒരു സമയമെങ്കിലും ആ വീട്ടിൽ കയറിയിരുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ ദേഹത്ത് ഇത്രയും പൊള്ളലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ തൊട്ടപ്പുറത്ത് ഞാൻ ജിമ്മിൽ പോകുമ്പോൾ രാവിലെ എന്നും ഒരു ചേച്ചി അപ്പുറത്തൊരു ചെറിയൊരു മോനെ എടുത്ത് നിൽക്കും. ഞാൻ എന്നും അതിന് ഒരു സെക്കൻഡ് എടുക്കും. എന്നാ പട്ട് എന്നടാ പണ്ട്ര സാപ്പിട്ടിയടാ നീ എന്നാ സാപ്പിട്ടേ എന്നെല്ലാം ചോദിച്ചിട്ട് ആ കുഞ്ഞിനെ ഒന്ന് എടുത്ത് ഒരു കൊതുക് അതിന്റെ ദേഹത്ത് കടിച്ചിട്ട് ഞെക്കി എന്നാ ചെയ്തക്ക് ഏൻ പാപ്പ മേലെ ഒരു ഇതുമാതിരി വന്നിരിക്ക് എന്ന് നമ്മൾ ചോദിക്കും. ആ കുട്ടിയുടെ മേലെ എന്താ ഒരു കുരു പോലെ ഇരിക്കണത്, എന്ത് പറ്റിയെന്ന് നമ്മൾ ചോദിക്കും ഇല്ലേ? ഇത്രയും 91 മുറിവുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ കുഞ്ഞിന് കരയാൻ പോലും അറിയാത്തൊരവസ്ഥ. വാരിയല് വരെ ഒടിഞ്ഞു എന്ന് പറയുമ്പോ 2 കൈയും ഒടിഞ്ഞിട്ട് ആ കുട്ടി 2 കൈയും കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക, ഒന്ന് എടുക്കുമെന്നുള്ള മനോഭാവത്തില് ഏത് മനുഷ്യനാ പ്രതികരിക്കാൻ പറ്റാതാവുന്നത്? ഒന്ന് സ്തംഭിച്ചു പോകണം ഇങ്ങനത്തെ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ. FB നോക്കാനേ ഇഷ്ടമില്ല ഇപ്പം. സീരിയസ്ലി FB നോക്കാനേ ഇഷ്ടമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്രയും നമ്മളിങ്ങനെ ക്രൈംസ് കേരളത്തിൽ നിറയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തെ വീടുകളായാലും ശരി, ഒന്ന് മാറിയിട്ടുള്ള വീടുകളാണെങ്കിലും ശരി, നമ്മൾ അവരുടെ വളർച്ചയെല്ലാം നോക്കിക്കാണേണ്ട. അവർ വളർന്നോട്ടെ, പലരും നന്നാവട്ടെ, സന്തോഷമേ ഉള്ളൂ. പക്ഷെ എന്തെങ്കിലും അസ്വാഭാവികത ആ വീടുകളിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം, നിർബന്ധമായിട്ട് അറിയണം. അതിന് നല്ല നല്ല ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക. ആ ഗ്രൂപ്പ് എപ്പോഴും പോലീസ് സ്റ്റേഷനുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവുക. എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്നാണെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്താൽ മതി. അപ്പോൾ എന്താ പറയാ, ചോദിച്ചിട്ട് ഇൻഫോം ചെയ്താൽ ഒരു സംശയത്തിന്റെ പുറത്ത് ഒരു പോലീസ് വന്ന് അന്വേഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം നാട്ടിൽ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ വഴി അവർക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ പോയാൽ അവർ വന്ന് അന്വേഷിക്കും. അവർക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യത്തിൽ അവർ ഇടപെടും. അല്ലാതെ ചുമ്മാ പോയി ഒരു സ്ഥലത്തിരുന്നിട്ട് വഴിയിലൂടെ പോണ പെൺകുട്ടികളെയും കമന്റ് അടിച്ച് കുറെ മൊബൈലിൽ സെൽഫി എടുത്ത് റീൽസും ചെയ്ത് അങ്ങനെയെല്ലാം നമ്മൾ നോക്കണം. നമ്മൾ സമൂഹത്തിന് വേണ്ടി കൂടെ ഉണർന്ന് പ്രവർത്തിക്കണം. എപ്പോഴും ആ വിങ് ആശാ വർക്കേഴ്സുമായിട്ട് ഒരു കോൺടാക്ട് വെക്കുക. നിങ്ങൾ എത്ര വീടുകളിൽ പോയി, എന്തൊക്കെയാണ് നടക്കുന്നത്. ക്ഷേത്രങ്ങളിൽ അതുപോലെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുക. ക്ഷേത്ര കമ്മിറ്റി ക്ഷേത്ര പുരോഗതിയും ക്ഷേത്രത്തിന് മുമ്പിൽ ടൈലിടാനും ഇതൊക്കെ നല്ല കാര്യങ്ങൾ, വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ലോക്കൽ ആ സ്ഥലങ്ങളിലുള്ള ആളുകളെയും കൂടി ക്ഷേത്ര കമ്മിറ്റിക്കാർ അറിഞ്ഞിരിക്കണം. ആ വീടുകളിൽ ആരൊക്കെ പ്രായപ്പെട്ടവരുണ്ട്, അവര് സുഖമാണോ, അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ. എത്ര മരുമക്കൾ വാർദ്ധക്യാവസ്ഥയിൽ ഇരിക്കുന്നവരെ പീഡിപ്പിക്കുന്നു എന്നറിയോ? പാവം അച്ഛനമ്മമാർ മിണ്ടാതിരിക്കുന്നവരുണ്ട്. ഒരുപാട് പേര് മിണ്ടാതിരിക്കും, എല്ലാം സഹിച്ചും കേട്ടും ദൈവമേ മരിച്ചാ മതി എന്ന് പറഞ്ഞിരിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. ഇതൊന്നും പാടില്ല. അവർക്ക് മരുന്നുണ്ടോ, അല്ലെ അവർക്ക് വസ്ത്രമുണ്ടോ, കിടപ്പ് രോഗികളായ അവര് മലമൂത്ര വിസർജനമൊക്കെ ക്ലീൻ ആയിട്ട് നടക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണം. ഇതിനു വേണ്ട നല്ല നല്ല കൂട്ടായ്മകൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവാതെ നോക്കുക എന്നുള്ളത് നമ്മൾ ഓരോ വ്യക്തികളുടെയും ആവശ്യമാണ്, അല്ലെ? അതുണ്ടാവണം. അതിനുവേണ്ടി നമ്മുടെ യൂത്ത് വിങ് പ്രവർത്തിക്കണം. ആ യൂത്ത് വിങ് നല്ല ധാർമ്മികതയുള്ളവരായിരിക്കണം, ലഹരിക്ക് അടിമപ്പെടാത്തവരായിരിക്കണം. അത് നിർബന്ധമാണ്.
ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ലഹരിക്ക് അടിമപ്പെടാത്ത വ്യക്തികളെ ആയിരിക്കണം അങ്ങനെയുള്ള യൂത്ത് കമ്മിറ്റി ആളുകൾ ഉണ്ടാക്കേണ്ടത്. അവരെപ്പോഴും ലോക്കൽ സ്റ്റേഷനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവണം. അസ്വാഭാവികമായിരിക്കുന്ന, അധാർമികമായിരിക്കുന്ന എന്ത് സംശയം തോന്നിയാലും അവിടെയുള്ള അധികാരികളെ അറിയിക്കാൻ കെൽപ്പുള്ള വ്യക്തിത്വങ്ങളായിരിക്കണം. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ ആദ്യം പോലീസുകാർ വന്നിട്ട് നാട്ടുകാരെ, അയൽവക്കക്കാരെ അടുത്ത ചോദ്യം ചെയ്യുക അല്ലേ. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ അത് എന്ത് ചെയ്യണം, അവരുമായിട്ടൊരു നല്ല ബന്ധം സ്ഥാപിച്ച് ലഹരി ഉപയോഗിച്ച് വന്ന് പാരൻസിനെ തല്ലുന്നവരാവട്ടെ, ഭാര്യയെ തല്ലുന്നവരാവട്ടെ, ആരുമാവട്ടെ, ഇതെല്ലാം കൃത്യമായിട്ട് അറിയിക്കണം. അങ്ങനെ നാട്ടിൽ ഒരു സമാധാനം പുനഃസ്ഥാപിക്കേണ്ട ആവശ്യകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങനെ ഒരു കുഞ്ഞ് നമ്മളുടെ നാട്ടിൽ ഇല്ലാതിരിക്കട്ടെ, അത്രയും ഞാൻ പറയാം. അത്രയും വേദന സഹിച്ച് ഈ ലോകത്തിൽ നിന്ന് പോകേണ്ട അവസ്ഥ ആ കുഞ്ഞിനുണ്ടായി. ശരി, നമ്മളത് കണ്ടു, നമ്മുടെ മനസ്സിൽ അത് പതിഞ്ഞു, നമ്മുടെ ഓർമ്മകളിൽ എന്നും ആ മോനുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ പറയാണ്, ഇനി അങ്ങനെ ഒരു ദുരിതം ഒരു കുഞ്ഞിനും ഇല്ലാതിരിക്കട്ടെ, ഒരു അച്ഛനമ്മമാരും നരകിക്കപ്പെടാതിരിക്കട്ടെ, നാട്ടിൽ സമാധാനം ഉണ്ടാവട്ടെ, ഈ അഷ്കറിനെ പോലെയുള്ള മൃഗങ്ങൾ ഇനി ഇല്ലാതിരിക്കട്ടെ. സമൂഹത്തിനൊരു ഭയം വേണം. തെറ്റ് ചെയ്താൽ ഇന്ന വ്യക്തികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരത് അറിയിക്കേണ്ടടുത്ത് അറിയിക്കും, പോലീസ് വരും എന്നുള്ള ഒരു ഭയം നാട്ടിൽ നിർബന്ധമായിട്ടും വേണം. അതിന് നല്ല നല്ല കൂട്ടായ്മകൾ ഉണ്ടാവുക. ആശാ വർക്കേഴ്സ് പ്രധാനമായും ശ്രദ്ധിക്കുക. കുടുംബശ്രീയിലുള്ള ആളുകൾ ഓരോ വീടുകളിൽ നിങ്ങൾ മീറ്റിംഗ് കാര്യങ്ങൾ വെക്കുമ്പം ആ വീടുകളിലെ അവസ്ഥകളെ കുറിച്ചും കൂടെ പഠിക്കുക. ആ വീടുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നോട്ട് ചെയ്യുക. സമാധാനം നിലനിർത്താനുള്ള ഒരു ആവശ്യകത നമ്മുടെ നാട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഇനി ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഒരു മനുഷ്യനും ചെയ്യാൻ മനസ്സ് വരാതിരിക്കട്ടെ, അത്രയും ഞാൻ പറയൂ. കുറേ നമ്മൾ ഗീതയും ഭഗവത്ഗീതയും ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. മനുഷ്യനായി ജീവിക്കാൻ പഠിക്കണം. മനുഷ്യൻ മൃഗമാവാൻ പാടില്ല. ഈ ലഹരി കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ നശിച്ചു പോകുന്നുണ്ട്. 10 മാസം വയറ്റിൽ ചുമന്ന് ഒരമ്മ ഗതികെട്ട് പ്രസവിക്കുന്ന ആ അമ്മയെ കഴുത്തിന് കത്തി വെക്കുന്ന തരത്തിൽ ലഹരി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ മൊബൈൽ എത്രത്തോളം കുട്ടികൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. നേരത്തെ കുട്ടികളെ വീട്ടിൽ കയറ്റാൻ ശ്രമിക്കുക. പറയുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. കുഞ്ഞുങ്ങൾ TV കാണുന്നതിന് ലിമിറ്റേഷൻ വെക്കുക. നമ്മൾ പ്രസവിച്ച നമ്മുടെ മക്കളെ നമ്മളെ കൺട്രോളിൽ കിട്ടുന്നില്ല, പിന്നെ ആര് കൺട്രോൾ ചെയ്യുന്ന? ഒരാളെ കൊണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുട്ടികളെ നന്നായിട്ട് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ കുട്ടികളെ കെയർ ചെയ്യാൻ പഠിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങളെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. വലിയ മതിലുകളൊക്കെ കെട്ടി വീടിന് അതിര് വരുത്തുമ്പോൾ അയൽവക്കവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ്. അങ്ങനെയൊന്നും അല്ല. നമുക്ക് പണ്ട് കമ്പിവേലി പോലും ഇല്ലാതെ 4 മരത്തിൻ്റെ വേലി ഉണ്ടായ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തൊന്നും ഇത്രയും ക്രൈംസ് ഇല്ല. ആ ഒരു ഐക്യത്തിൽ വരട്ടെ. പരസ്പരം ഈഗോ ഒന്നും വെച്ച് പുലർത്താതിരിക്കുക. കുഞ്ഞുങ്ങളെയും അമ്മമാരെയും സ്ത്രീകളെയും ഈ പറയുന്ന വാർദ്ധക്യത്തിലുള്ളവരെയൊക്കെ ഒന്ന് സംരക്ഷിക്കാനുള്ള മനോഭാവം നമ്മുടെ നാടുകളിൽ വരട്ടെ. ആരെയും ശാരീരികമായിട്ട് ഉപദ്രവിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവട്ടെ. അതൊക്കെ നമുക്ക് പറയാനും ചെയ്യാനും പറ്റൂ. പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ ഇതും കൂടി കുറച്ചുകൂടെ അവയർനെസ് കൊടുക്കേണ്ട പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. നാട്ടിൽ വെറുതെ തമാശ പറഞ്ഞിരിക്കുന്ന, സൊറ പറഞ്ഞിരിക്കുന്ന യൂത്ത് വിങ് ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. അതുവഴി ഏതെങ്കിലും കുട്ടികളോ പെൺകുട്ടികളോ എന്തെങ്കിലും അസമയത്ത് നടന്നു പോവുകയാണെങ്കിൽ അവരെ സുരക്ഷിതമായി എത്തിക്കാനുള്ള ബോധം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഉണ്ടാവട്ടെ. ആ പെൺകുട്ടികൾ പ്രധാനമായിട്ട് ഞാൻ പറയുന്നു, പെൺകുട്ടികളുടെ വസ്ത്രധാരണ രീതി അമ്മമാർ ശ്രദ്ധിച്ചേ പറ്റൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദയവായി പെൺകുട്ടികൾക്ക് വേണ്ടാത്ത വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാതിരിക്കുക. ശരീരം അവിടെയും ഇവിടെയും കാണുന്ന വസ്ത്രങ്ങൾ പെൺകുട്ടികളെ കൊണ്ട് ഇടിപ്പിക്കാതിരിക്കുക. ഇത് വളരെ മോശമാണ്. കാരണം കാണുന്ന കണ്ണുകളെല്ലാം ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പോഴത്തെ ഒരു പുതിയ ഫാഷൻ ഉണ്ട്, ഒരു ചെറിയ ബ്ലൗസും അരയ്ക്ക് കീഴ്പോട്ട് പാവാടയും, എന്നിട്ട് എന്ത് കാണാൻ പാടില്ല എന്നോർത്ത് ഡ്രസ്സ് ഇടുന്നോ അത് തന്നെ കാണിച്ചുകൊണ്ട് നടക്കും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ അമ്മമാര് ശ്രദ്ധിക്കുക. മാന്യതയുള്ള വസ്ത്രം പെൺകുട്ടികളെ കൊണ്ട് ഇടിയിക്കുക. മാന്യതയുള്ള വസ്ത്രം ഇടിക്കുക. മാന്യത കെട്ട വസ്ത്രങ്ങൾ പെൺകുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാതിരിക്കുക അമ്മമാർ. ഈ അമ്മമാർ നല്ല സെറ്റും മുണ്ട് കൊടുക്കും. അമ്പലത്തിൽ വരുമ്പോൾ പെൺകുട്ടികൾ ഇടുന്ന വസ്ത്രം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അറയ്ക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ. ഇനി അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഞാൻ പറയുന്നു ക്ഷേത്രത്തിൽ നിന്ന് തന്നെ നിരോധിക്കണമെന്നാണ്. ഒരു കാലത്ത് ഗുരുവായൂർ അമ്പലത്തിൽ ചുരിദാറിട്ട് കയറാൻ പാടില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം മാറി ഒരുമാതിരിപ്പെട്ട എല്ലാ വസ്ത്രങ്ങളും ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും കൈയില്ലാത്തത്, അവിടെ കാണുന്നത്, ഇവിടെ കാണുന്നത്, ഇതെല്ലാം ആയി ക്ഷേത്രങ്ങളിൽ. ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിൽ കയറ്റരുത് എന്നുള്ള ഒരു നിലപാടിലേക്ക് വന്നാൽ തന്നെ മര്യാദയ്ക്കുള്ള വസ്ത്രം സ്ത്രീകൾ ധരിക്കട്ടെ.
അതന്നെ ഏറ്റവും ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ഇത് വരും. ഈ വസ്ത്രധാരണമാണ് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ. അത് ആദ്യം മാറ്റണം. അമ്മമാർ ചെയ്യരുത്. പെൺകുട്ടികൾ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ വാങ്ങിക്കൊടുക്കരുത്. എന്ത് ഫാഷൻ പറഞ്ഞാലും ശരി, വാങ്ങിക്കൊടുക്കരുത്. എൻ്റെ അഭിപ്രായം അതാണ്. ഫാഷൻ എല്ലാവരും ഇടും. നമുക്ക് നമ്മുടെ സംസ്കാരം ഇല്ലേ, നമ്മുടെ മാന്യതയില്ലേ, നമ്മുടെ പെൺകുട്ടികളുടെ ശരീരം 10 പേര് കാണുന്ന രീതിയിൽ എന്തിനാണ് നമ്മൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക? എനിക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അത് അനുവദിക്കില്ല. എനിക്കിഷ്ടമല്ല. എൻ്റെ സിസ്റ്റേഴ്സിനെ കൊണ്ടൊന്നും ഞാൻ അനുവദിക്കാറില്ല. എൻ്റെ മുമ്പിൽ അവർ അങ്ങനത്തെ വസ്ത്രം ധരിച്ചു വരാറുമില്ല. അങ്ങനെയുള്ള വസ്ത്രങ്ങളൊന്നും നമ്മൾ പെൺകുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാതിരിക്കുക. കുഞ്ഞിലേ നമ്മൾ കുഞ്ഞുങ്ങളെ എങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നോ ആ രീതിയിൽ മക്കൾ വരട്ടെ. ഈ ആമ്പിളേരിടുന്ന ഡ്രസ്സ് കണ്ടില്ലേ, പാതി ഉള്ളിലിടുന്ന ഇന്നർ പുറത്താ. മുടിയാണെങ്കിൽ ഒരു തരത്തിൽ വെട്ടില്ല. വെട്ടാണ്ട് മുടി ഇങ്ങനെ പെപ്പര ഏതറി വളർത്തി വെക്കും. കാതിൽ കുറെ കമ്മൽ വേറെ രീതിയിൽ, പിന്നെ ഇവിടെ ഈ ചുണ്ടേല് ഇതെല്ലാം അടിച്ച് പിന്നെ യോയോ ബോയ്സ് ആയി വേറെ ലെവലിലായി. ഇതൊക്കെ നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ കയറി പ്രശ്നങ്ങളാണ്. കഴിയുന്നതും കുട്ടികളെ, നമ്മളുടെ നാട്ടിൽ കിട്ടാത്ത എന്ത് വിദ്യാഭ്യാസമാണ് വേറെ സ്ഥലങ്ങളിലുള്ളത്. കഴിയുന്നത് നമ്മളെ മക്കളെ നമ്മളുടെ അടുത്ത് നിർത്തി പഠിപ്പിക്കാൻ ശ്രമിക്കുക. ഹോസ്റ്റലുകൾ ഒഴിവാക്കുക തന്നെയാണ് എൻ്റെ അഭിപ്രായം. ദൂര സ്ഥലങ്ങളിൽ പോയിട്ട് കുട്ടികൾ അവിടെ ഒറ്റപ്പെടുന്നു, അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു, പിന്നെ കളവായി കള്ളത്തരമായി. ഇതിലൂടെയാണ് കുട്ടികൾ മോശമായി പോകുന്നത്. അപ്പൊ വീടുകളിൽ നിന്നാണ് ഇതിനെല്ലാം സ്റ്റാർട്ടിങ്. ഈ വീടുകളിൽ നിന്നുള്ള ഈ സ്റ്റാർട്ടിങ് ആദ്യം സ്റ്റോപ്പ് ചെയ്യുക. മക്കള് അനാവശ്യമായ ഒരു സമയത്ത് ഫോൺ വിളിക്കുകയാണെങ്കിൽ ആരാണ് വിളിക്കുന്നതെന്ന് ചോദിക്കാനുള്ള റൈറ്റ്സും ശബ്ദവും പാരന്റ്സിന് ഉണ്ടാവണം. പിന്നെ സുഹൃത്തുക്കൾ വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പറ്റിയ സുഹൃത്തുക്കൾ നമ്മുടെ മുമ്പിൽ ഇരുന്ന് അവർ സംസാരിക്കട്ടെ. നമ്മളെ വീട്ടിൽ നല്ല ഭക്ഷണം കഴിക്കട്ടെ. എപ്പോഴും ഈ ഹോട്ടൽ ഭക്ഷണം ആദ്യം അവോയ്ഡ് ചെയ്യുക. കുട്ടികൾക്ക് ഹോട്ടൽ ഭക്ഷണം, ഈ ഓൺലൈൻ ഫുഡ് ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യുക. ഞാനതൊന്നും എൻ്റെ വീട്ടിൽ അനുവദിക്കാറില്ല. എനിക്കിഷ്ടമല്ല, ഞാൻ സമ്മതിക്കൂല. അങ്ങനെയുള്ള പൈസ എൻ്റെ കയ്യിലില്ലാന്ന് ഞാൻ എൻ്റെ മോനോട് കൃത്യമായി പറയാറുണ്ട്. വീട്ടിൽ ഇതുണ്ട്, ഇന്നിപ്പോൾ നമ്മൾ മത്തങ്ങയും പയറും കറി വെച്ചിട്ടുണ്ട്, കഴിച്ചോളൂ. അതാണ് വീട്ടിലുള്ളത്, അത് കഴിക്കുക. ബീട്രൂട്ട് തോരനുണ്ട്, പപ്പടമുണ്ട്, കണ്ണിമാങ്ങ അച്ചാറുണ്ട്, മോരുണ്ട്, കഴിച്ചോളൂ. ഒരു കുഴപ്പമില്ല. പുറത്തു പോയിട്ട് നമുക്ക് മാസത്തിൽ 1-2 ദിവസം ഭക്ഷണം കഴിക്കാം. അത് ഞാൻ കൊണ്ടുപോകാൻ വാങ്ങിച്ചു തരാം. കൂട്ടുകാരുടെ കൂടെയുള്ള ഒന്നും വേണ്ട. പിന്നെ പല സ്ഥലങ്ങളിൽ ഈ ടൂറ് പോവുക, കല്യാണത്തിന് വിടുക, അതിന് വേണ്ടിയിട്ട് പെൺകുട്ടികളെ ഒന്ന് ആലോചിച്ച് നോക്കണം. പെൺകുട്ടികളെയാണ് ഈ അമ്മമാരും അച്ഛന്മാരും ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് അടിക്കുന്നത്. പിന്നെ ഒരു കമ്പൈൻ സ്റ്റഡീസ് അടുത്ത പരിപാടി ഞാൻ എൻ്റെ ശ്രദ്ധയിലുള്ള കാര്യമാണ്. ഒരുമിച്ചിരുന്ന് പഠിക്കാൻ വേണ്ടി മറ്റു വീടുകളിലേക്ക് പെൺകുട്ടികളെ അയക്കാം. എന്നിട്ട് അവിടെ എന്താ പരിപാടി? ലവേഴ്സിന്റെ ചാറ്റിനെ കുറിച്ചാണ് ഡിസ്കഷൻ. ലവേഴ്സ് ചാറ്റിംഗ് ഡിസ്കഷനാണ്. ഇതൊന്നും വേണ്ട. നമ്മൾ വീടുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്, സ്വന്തം അല്ലെങ്കിലും വാടകയ്ക്ക് തന്നെ ഒരു വീടെടുത്തിരിക്കുന്നത് നമ്മുടെ മക്കൾക്ക് ജീവിക്കാനും പഠിക്കാനും. ഇവിടെ ഇരുന്ന് പഠിച്ചിട്ട് കിട്ടുന്ന മാർക്ക് മതി. തോറ്റു പോവാണെങ്കിൽ വീണ്ടും എഴുതാം, അത്ര തന്നെ. കണ്ട വീടുകളിൽ പോയിരുന്നിട്ടുള്ള പഠിത്തവും ഡിസ്കഷനും അതൊന്നും വേണ്ട. സ്കൂളിൽ പോകണ്ടല്ലോ, കോളേജിൽ പോകണ്ടല്ലോ, അവിടെ യോഗ്യതയുള്ള ടീച്ചേഴ്സാണല്ലോ പഠിപ്പിക്കുന്നത്. ആ അറിവിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് ഇവിടെ ഈ സ്ഥലത്ത് ഇവിടെ ഇരുന്ന് പഠിച്ചിട്ട് കിട്ടുന്ന മാർക്ക് മതി എന്നാണ് ഞാൻ എൻ്റെ മോനോട് പറയാറ്. അത് മതി. അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുള്ള പരിപാടി അവനോട്ട് പോകാറുമില്ല, ഞാനോട്ട് വിടാറുമില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത്രയും മതി നമുക്ക്. അല്ലാണ്ട് നമ്മൾ എല്ലാം കൈവിട്ട് പോയിട്ട് കുട്ടികളെ കുറിച്ച് ആലോചിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഞാൻ പറയുന്നു, അമ്മമാര് കുട്ടികളെ മാന്യതയുള്ള വസ്ത്രം ധരിക്കാൻ പഠിപ്പിക്കുക. അവിടെയും ഇവിടെയും കാണുന്ന വസ്ത്രം നിങ്ങൾ ധരിക്കാൻ പഠിപ്പിച്ചോ കുട്ടികൾ വഴിതെറ്റും. കുട്ടികളുടെ ഇൻസ്റ്റ എല്ലാം പാസ്വേഡ് ചോദിച്ച് വാങ്ങി ഒന്ന് ചെക്ക് ചെയ്യാൻ പഠിക്കും. പിന്നെ പലർക്കും ഇൻസ്റ്റയും സോഷ്യൽ മീഡിയ അറിയില്ല. അറിയുന്നവരെ കൊണ്ടെങ്കിലും ചെക്ക് ചെയ്യിപ്പിക്കുക. അതൊക്കെ ഒന്ന് ചെയ്യുക. കുട്ടികളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കേണ്ട കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. ഓരോ ഏജിനും ഓരോ കാര്യങ്ങൾ നമ്മളെല്ലാവർക്കും അറിയാം. 16 വയസ്സെന്താണ്, 18 വയസ്സെന്താണ്, 20 വയസ്സെന്താണ്, 25 വയസ്സെന്താണ്, 30 വയസ്സെന്താണ്. ഈ ഏജുകളിൽ നമ്മൾ എന്താണ് ചിന്തിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? അപ്പൊ അതാത് വയസ്സുകളിൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ മാത്രം ചിന്തിക്കാനുള്ള അവസരം കൊടുക്കുക. തോന്നുന്ന രീതിയിൽ കുട്ടികൾക്ക് മൊബൈൽ മാറ്റി വാങ്ങിച്ചു കൊടുത്ത് അവർക്ക് സുഖ സൗകര്യങ്ങൾ നൽകാതിരിക്കുക. വീടുകളുടെ കുഞ്ഞു ഉത്തരവാദിത്തങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക. അത്രയെങ്കിലും ചെയ്യുക. ഇതെല്ലാം ചെയ്ത് മക്കൾ എവിടെ പോണു, ആരുമായിട്ട് കണക്റ്റ് ആവുന്നു, ആരാണ് ഉള്ളത്, എവിടെ, നമ്മുടെ കൺട്രോൾ നമ്മുടെ മക്കൾ ഇല്ലെങ്കിൽ പിന്നെ ആരെ കൺട്രോൾ ഉണ്ടാവുന്ന പറയണേ? ആര് സംരക്ഷിക്കും കുഞ്ഞുങ്ങളെ? ഇതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നാട്ടിലൊക്കെ ഉണ്ട്, കല്യാണാണെന്നും പറഞ്ഞിട്ട് ഒരു വിടൽ അങ്ങോട്ട് വിടും. വല്ല മറ്റേ പശുക്കളെ അഴിച്ചു വിടുന്നത് പോലെ ഒരു വിടൽ അങ്ങോട്ടേക്ക് വിടും. പിന്നെ കല്യാണമൊക്കെ കൂടി പിറ്റേന്നാ വരുന്നത്. രാത്രി ഇരുന്ന് ബിയറൊക്കെ കഴിച്ച് ആർമാദിച്ച് അമ്മ ഞാൻ അങ്ങനെ, അമ്മ ഞാൻ ഇങ്ങനെ. ഇത് ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളതാ. ഈ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ വഷളാക്കുന്നത്. എൻ്റെ അടുത്തൊന്നും എൻ്റെ മോൻ്റെ ഒരു കളി നടക്കില്ല കേട്ടോ.
അത് അവനും വ്യക്തമാണ്, എന്നെ അറിയുന്നവർക്കും വ്യക്തമാണ്, ശാന്തി മാതാജിക്ക് എക്സ്പെഷ്യലി അത് വ്യക്തമാണ്. അടുത്ത സെക്കൻഡ് ഉള്ള ഡോസ് പോവുകയും ചെയ്യും, ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ ഇവിടെ എത്തുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളെ രണ്ടാമത് തെറി വിളിക്കാതിരിക്കുക, ശപിക്കാതിരിക്കുക, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. എൻ്റെ മകന് ഇത്രേ കഴിവുള്ളൂ, എൻ്റെ മോൻ്റെ കഴിവ് ചിലപ്പോൾ മറ്റു കുട്ടികൾക്ക് ഉണ്ടാവില്ല, മറ്റു കുട്ടികൾക്കുള്ള കഴിവ് ചിലപ്പോൾ എൻ്റെ മകന് ഉണ്ടാവില്ല, അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക, മക്കളെ ആരുമായിട്ട് കമ്പയർ ചെയ്യരുത്. കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി, അവരുടെ വയസ്സിനനുസരിച്ച് മനസ്സിലാക്കി, അവർക്ക് എല്ലാം ഓപ്പണായിട്ട് പറയാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മളുടെ അടുത്ത് ആ ഫ്രീഡം ഉണ്ടാവണം. കുഞ്ഞുങ്ങൾ എന്ത് തുറന്ന് പറയുന്നു എന്ന് കേൾക്കാനുള്ള മനസ്ഥിതി നമുക്കുണ്ടാവണം. നമുക്ക് ചിലപ്പോൾ പല പ്രശ്നം ഉണ്ടാവും, വീട്ടിലെ ലോൺ ഉണ്ടാവും, ബിസിനസ് ഡള്ളായിട്ടുണ്ടാവും, നാളെ ആർക്കെങ്കിലും കാശ് കൊടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ സ്വർണം വെച്ചിട്ട് പലിശയ്ക്ക് ആൾക്കാർ വന്നിട്ടുണ്ട്, 100,000 പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല, ജീവിതമാണ്, ഉണ്ടാവും. പക്ഷെ എന്ത് വേണം, നമ്മുടെ മക്കളുടെ അടുത്ത് നമ്മൾ 1 മണിക്കൂർ ഇരിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം നമ്മുടെ കൈകൊണ്ട് നമ്മളെ വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ നമ്മൾ പഠിക്കണം. അത് നിർബന്ധമാണ്. അവിടെയാണ് കുട്ടികൾ വേറെ രുചികൾ തേടി പോകാതിരിക്കുന്നത്. അവരുടെ ആവശ്യത്തിന്, അതാണ് ഒരു അമ്മയുടെ ധർമ്മം. വീട്ടിൽ നമ്മുടെ കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു അമ്മയുടെ ധർമ്മം. ഞാൻ ഏത് ലോകത്ത് എവിടെ ഷൂട്ടിങ്ങിന് പോയാലും ശരി, ശാന്തി മാതാജിയോട് ചോദിച്ചു നോക്കിയാൽ അറിയാം, മാതാജി നമ്മളെ വീട്ടിൽ എന്നും വന്ന് പോകുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഉച്ചയ്ക്കൊക്കെ ചിലപ്പോൾ ലൊക്കേഷനിൽ നിന്ന് കഴിക്കേണ്ടി വരും, ഇല്ലാന്ന് ഞാൻ പറയില്ല, രാവിലെയും കഴിക്കേണ്ടി. പക്ഷെ എൻ്റെ മോനുള്ളത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ. ഇവിടെ ബിന്ദു അമ്മയ്ക്ക് കുക്കിംഗ് ഒന്നും അറിഞ്ഞുകൂടാ, അവർ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളെയും നോക്കൂ. വിനോദ് പ്രഭുവിന് കുക്കിംഗ് നിറ പരിപ്പേറി മാത്രമേ അറിയൂ, വേറെ ഒന്നും അറിയില്ല. അതുകൊണ്ട് കുക്കിംഗ് എൻ്റെ മാത്രം ഉത്തരവാദിത്തം. ഞാൻ അത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടേ ഞാൻ പുറത്തു പോകാറുള്ളൂ. ഒരു 1/2 മണിക്കൂർ ലേറ്റ് ആയാലും ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ രാത്രി ഞാൻ ഏത് ലൊക്കേഷനിൽ നിന്ന് വന്നാലും 1 മണിയായാലും ശരി, ഒരു കഞ്ഞി ഒരു പയറും എങ്കിലും ഞാൻ കുക്കറിലിട്ട് അടിച്ച് ഒരു കണ്ണിമാങ്ങ അച്ചാറും വെച്ച് കഴിച്ചിട്ടേ ഞാൻ കിടക്കാറുള്ളൂ. കാരണം നമ്മളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് നമ്മുടെ മക്കള്. നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് നമ്മളെ കുട്ടികളെ ഒബ്സർവ് ചെയ്യുന്നത്, അല്ലേ? കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെയായിരുന്നു. രാത്രി 1 മണിക്ക് എൻ്റെ അച്ഛൻ വന്നാലും എൻ്റെ അമ്മ ഭക്ഷണം ചൂടോടെ ഉണ്ടാക്കി എൻ്റെ അച്ഛന് കൊടുക്കുന്നത് കണ്ടാണ് ഞാൻ വളർന്നത്. 1 മണിക്ക് 2 മണിക്ക് എൻ്റെ അച്ഛൻ വന്നാലും അങ്ങനെ. ആ സമയത്ത് ഞങ്ങളെ വിളിച്ചിരുത്തി ഞാനും എൻ്റെ ഏട്ടനും ഉറങ്ങിപ്പോവും. അച്ഛൻ പറയില്ലേ, അവർ കഴിച്ചില്ലേ? അമ്മ പറയില്ല, അവര് നിങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കായിരുന്നു. അന്നാ വിളിക്ക്, ഉറക്കത്തിൽ നിന്ന് നല്ല ഉറക്കമായിരിക്കും. അപ്പം അച്ഛൻ വിളിച്ച് പോയി മുഖം കഴുകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 4 പേരും ഇരുന്ന് ഭക്ഷണം കഴിച്ചാണ് ഞങ്ങളുടെ കുഞ്ഞുനാളും ഞങ്ങൾ വളർന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എൻ്റെ ഈ വീട്ടിലും അങ്ങനെ തന്നെയാണ്. കുറച്ചൊക്കെ പാരൻസും ചേഞ്ച് ആവണം, നിർബന്ധമായിട്ടും ചേഞ്ച് ആവണം. മഞ്ചരീസിലെ ഗുരുകുലത്തിലെ കുട്ടികൾ എനിക്ക് മെസ്സേജ് ഇടുമല്ലോ, പ്രസന്നാമ്മയോട് ചോദിക്കൂ, അല്ലെ ഷൈനി മാതാജിയോട് ചോദിക്കൂ, രേഖ മാതാജിയോട് ചോദിക്കൂ, ജയന്തി അമ്മയോട് ചോദിക്കൂ. അവരെല്ലാം ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സാണ്. ഞാൻ എവിടെയെങ്കിലും യാത്ര പോയി കഴിഞ്ഞാൽ മാതാജി എത്തിയോ, മാതാജി കഴിച്ചോ, കണ്ണനെ കണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒന്ന് ചോദിക്കാൻ തോന്നിയത്? കാരണം ഞാൻ അവരോട് ഇടപെടുന്ന രീതി അതാണ്. മക്കൾ എവിടെയെങ്കിലും പോണേ, മക്കളെ എവിടെ എത്തി, എന്താ ചെയ്യണേ, പോയി വന്നോ, എന്തായി? നമ്മൾ അവരെ പോലെ ആവുക കുറച്ച് സമയം, അപ്പൊ അവരും നമ്മളോട് കൂടുന്നേ. നമ്മളും പാരൻസും കുട്ടികളും തമ്മിൽ ഒരു അകലം ഇല്ലാതിരിക്കട്ടെ. ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണെന്നറിയോ, പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളൊക്കെ എങ്ങനെയാണെന്നറിയോ, വീട്ടിൽ ആരെങ്കിലും വരുമ്പം കാലും കയറ്റി മൊബൈലും നോക്കി ഒരുമാതിരി ചാഞ്ഞും ചരിഞ്ഞും സോഫയിലിരുന്ന് വന്ന ആൾക്കൊരു മുഖവും കൊടുക്കാതെ TV നോക്കിയിരിക്കുമ്പോൾ എൻ്റെ ചോദ്യം, ഈ പാരൻസ് എന്തിനാ വീട്ടിലിരിക്കുന്നത്? വീട്ടിലൊരാൾ വരുന്ന സമയത്ത് പാരൻസ്, കുട്ടികൾ ഓട്ടോമാറ്റിക്കലി എഴുന്നേൽക്കണം, അല്ലെ? എഴുന്നേറ്റ് ആരാ വരുന്നതെന്ന് വെച്ചാൽ അവരെ റെസ്പെക്ട് ചെയ്യാൻ കുട്ടികൾ പഠിക്കണം. അത് എവിടെ തെറ്റിപ്പോകുന്നു എന്നറിയോ? പാരൻസ് അങ്ങനെ ആവുമ്പോഴാണ് കുട്ടികൾ അങ്ങനെ ആവുന്നത്. അല്ലെങ്കിൽ കാണാം പെൺകുട്ടികൾ ചെറിയ ട്രൗസർ ഇട്ടുകൊണ്ടാണ് വീട്ടിൽ ഓരോ ഗസ്റ്റ് വരുമ്പം കാലിൻ്റെ 3/4 ഭാഗവും കാണിച്ചിട്ട് ട്രൗസറും ഒരു ടീഷർട്ടും മുടി ഇവിടെ എന്തോ ഒരു ആലസ്യത്തിൽ ഒരു ക്ലിപ്പ് ഇട്ടിട്ട്, അമ്മയാണെങ്കിലോ രാവിലെ കുളിക്കുകയല്ലോ ഒരു നൈറ്റി ഇട്ടിട്ട് ഒരു ക്ലിപ്പ് ഇട്ടുകൊണ്ട് അമ്മയെ നിൽക്കും. ഇത് കണ്ട് വളരുന്ന പെൺകുട്ടി എന്താ ചെയ്യാം? രാവിലെ കുളിയില്ല, ഒരു ടീഷർട്ടും ഒരു കുഞ്ഞു ട്രൗസറും ഇട്ടിട്ട് ആൾക്കാർ വരുന്ന മുമ്പിൽ ഹലോ ഹായ് അങ്ങനെ ഇങ്ങനെ. എന്താ മലയാളീസ് അല്ലേ നമ്മളാരും? മലയാളം നമുക്ക് പച്ചയ്ക്ക് പറയാൻ അറിഞ്ഞൂടെ? ഇംഗ്ലീഷ് മലയാളം വായിക്കാനും എഴുതാനും അറിയില്ല. അത് പറയുമ്പോഴത്തേക്ക് അങ്ങ് എവിടെയോ എത്തിപ്പോയി, എന്തോ വലിയ ക്രെഡിറ്റാ തലയിൽ വെക്കുന്നത്. മാതൃഭാഷ അറിയില്ല എന്ന് പറഞ്ഞാൽ അത് സ്വന്തം അമ്മയെ അറിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ജന്മം നൽകിയ അമ്മയെ അറിയില്ല എന്നുള്ളതാണ് എൻ്റെ ഓപ്പൺ ആയിട്ടുള്ള അഭിപ്രായം. മാതൃഭാഷ പഠിച്ചിരിക്കണം. അമേരിക്കയിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഇവിടെ മലയാളം പഠിക്കാൻ ശ്രമിക്കണം. കേരള മണ്ണിൽ ജനിച്ച നമ്മൾക്ക് മലയാളം കുറച്ച് അറിയാം. എന്തിനാ അത്? ഇതൊന്നും എന്റർടൈൻ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. 100% മാതൃഭൂമിയും പെറ്റ അമ്മയും മണ്ണും മറന്ന് ജീവിക്കാൻ പാടില്ല, സീരിയസ്ലി പാടില്ല. കുട്ടികളെ വീട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് വിളക്ക് വെപ്പിക്കാൻ നമുക്ക് കഴിയണം. അവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം?
നിർബന്ധമായിട്ടും വിളക്ക് വെപ്പിക്കണം. അതുപോലെ തന്നെ അവരെ കൊണ്ട് നമ്മളെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, നമ്മളുടെ കയ്യിൽ എത്ര പൈസയുണ്ട്, നമ്മൾ ഏത് അവസ്ഥയിലാണ് ജീവിച്ചു പോകുന്നതെന്ന് കുഞ്ഞിലെ കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ പഠിപ്പിക്കണം. ഇവിടെയാണ് ഒരു പാരന്റ് രക്ഷിതാവ് ആവുന്നത്. ഞാൻ ഇപ്പോഴും എൻ്റെ അമ്മയോടോ എൻ്റെ അച്ഛനോടൊക്കെ ഞാൻ പറയും, എനിക്ക് കുറച്ച് 3000 രൂപ അയച്ചു തരുമോ, അല്ലെങ്കിൽ 1000 രൂപ അയച്ചു തരും. ചിലപ്പോൾ ഞാൻ കൊടുക്കും, ചിലപ്പം കൊടുക്കില്ല. എന്നാലും എൻ്റെ അമ്മ ചോദിക്കില്ല. ലാസ്റ്റ് ഡേ എൻ്റെ അമ്മ എനിക്ക് അയച്ച മെസ്സേജ് എന്താണെന്നറിയോ? അമ്മ എന്തിനാ വിഷമിക്കുന്നത്? അമ്മയും അച്ഛനും അങ്ങനെ ഒറ്റയ്ക്കാക്കുമോ? നോക്കൂ, അതിനേക്കാൾ വലിയ സംരക്ഷണം എന്താ ഉള്ളത്? അതിനേക്കാൾ വലിയൊരു മോട്ടിവേഷൻ വാക്ക് എന്താ ഉള്ളത് ഈ ലോകത്ത്? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വളർത്തേണ്ട ഒരു രീതിയുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ അച്ഛൻ എനിക്ക് അയച്ച മെസ്സേജ് എന്താ അറിയോ? കൃഷ്ണന്റെ ഇത് കാണിച്ചിട്ട്, കൃഷ്ണനെ അറിയുന്നവർ ആരും ഭയപ്പെടില്ല. അതിൽ വലിയൊരു ഡെപ്ത് ഉണ്ട്. ഞാൻ ഒറ്റ മെസ്സേജ് അച്ഛനോട്, അച്ഛാ ഞാൻ ഭയപ്പെടില്ല, കാരണം ഞാൻ അച്ഛൻ്റെ മോളാ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഓരോ ചുവടിലും അവരുടെ സംരക്ഷണം, അവരുടെ ചേർത്ത് പിടിക്കൽ അതുണ്ട്. അതാണ് ഒരു അച്ഛൻ അമ്മ മക്കൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്ന് പറഞ്ഞാൽ. ആ ആത്മബന്ധമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. ആദ്യം ആ ആത്മബന്ധം ഉണ്ടാക്കിയെടുക്ക്. മക്കൾ തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ചങ്കുറപ്പ് രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. അല്ലാതെ അയ്യോ അതെന്റെ മോനെ മറച്ചു വെക്കാം, മറച്ചു വെക്കലാണ് കുട്ടികളെ നാളെ ഏറ്റവും വലിയ ക്രിമിനൽസ് ആക്കി മാറ്റുന്നത്. അതുപോലെ മകനോ മകളോ കല്യാണം കഴിച്ചാൽ, ഈ പെൺകുട്ടികൾ കല്യാണം കഴിച്ചാൽ അവരെ വീട്ടിൽ താമസിപ്പിക്കാനുള്ളൊരു ഒരു മാനസികാവസ്ഥ നമ്മൾ ജന്മം നൽകിയ അമ്മമാർക്ക് ഉണ്ടാവണം. മകന്റെ ഭാര്യ കയറി വന്നു കഴിഞ്ഞാൽ മകന്റെ ഭാര്യയെ മകന്റെ ഭാര്യയായിട്ട് കാണാതെ എൻ്റെ മകന്റെ ഭാര്യ എന്നുള്ളത് എൻ്റെ മകളാണെന്നുള്ള ഒരു ബോധം സ്ത്രീകൾക്ക് ഉണ്ടാവണം. അമ്മയും അമ്മായിയമ്മയല്ല, അതെൻ്റെ മകളാണ്. ഞാൻ എൻ്റെ മകന് ജന്മം നൽകിയതുപോലെ ഒരമ്മ ജന്മം നൽകി സ്നേഹത്തോടെ വളർത്തിയ ഒരു മകളാണ്. ആ മകളെയും ഞാൻ അതുപോലെ ചേർത്ത് പിടിക്കട്ടെ എന്ന മനോഭാവത്തിൽ ചേർത്ത് പിടിച്ച് കുഞ്ഞു പോരായ്മകൾ കയറി വരുന്ന പെൺകുട്ടികൾക്ക് ഉണ്ടാവും, സ്വാഭാവികം. അവര് ആള് മാറി, വീട് മാറി, സാഹചര്യങ്ങൾ മാറി, അവസ്ഥകൾ മാറിയിട്ട് കയറി വരുന്നതാണ്. അപ്പൊ അവരെ മെല്ലെ മാറ്റിയെടുത്ത് സ്നേഹത്തിന്റെ ഭാഷയിൽ നമ്മൾ മാറ്റിയെടുക്കുക. കുഞ്ഞു തെറ്റുകൾ അവരെ നേരെ കാണാതിരിക്കുക. അത് വലുതാക്കി വീട്ടിലെ ആൺകുട്ടികളോട് പറഞ്ഞ് അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കി അവരെ തമ്മിൽ അകറ്റാനല്ല അമ്മായിയമ്മമാര് ശ്രമിക്കേണ്ടത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശരിയാക്കിയാൽ ഞാൻ പറയുന്നു സമൂഹത്തിലെ ക്രൈംസ് ഒരുവിധം നമുക്ക് കുറഞ്ഞു കിട്ടും. എല്ലാ വീടുകളും കുറച്ചും കൂടി എന്താവും, കുറച്ച് മാനസികമായിട്ട് ആ വീടുകളൊരു ഐക്യം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് സ്വസ്ഥമായി സ്വതന്ത്രമായി ജീവിച്ചു പോവുക. ഇങ്ങനെയുള്ള ക്രൈംസ് ഒക്കെ കേൾക്കാതിരിക്കുക എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ തന്നെ തല പെരുത്ത് വരുന്ന ആ കുഞ്ഞിന്റെ മുഖം മനസ്സെന്നേ പോണില്ല. എന്തൊരവസ്ഥയാണ് ആ കുട്ടിയുടെ അവസ്ഥ. അത് കൈ നീട്ടുന്നത് കണ്ടിട്ടുണ്ടല്ലോ, ചങ്ക് കത്തിപ്പോവാ. ഉച്ചയ്ക്ക് ചോറുണ്ണാനിരുന്നപ്പോ ആ കുഞ്ഞിന്റെ മുഖം ഓർമ്മ വരുന്നതേമേ, അത് മരിച്ചു കിടന്നിട്ടും ഈ മഹാഭാവി അതിന്റെ വായിൽ ചോറ് ഊത്തി കയറ്റിയല്ലോ എന്ന് ആലോചിക്കും. അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. കിടന്നിട്ട് കുറെ ഞാൻ ഒരു 2 മണിക്കൂർ ഉച്ചയ്ക്ക് കിടന്നത് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു, ഇങ്ങോട്ട്. കാരണം കിടന്നപ്പോൾ കുറച്ചേരം മൊബൈൽ നോക്കി, മഞ്ജരീസിന്റെ പേജ് നോക്കിയപ്പോഴത്തേക്ക് എങ്ങനെയോ ഈ റീല് കയറി വന്നു. ഇങ്ങനെ ഞാൻ ചിന്തിക്കുക, എന്താ പറയുക, ഈ കൊച്ചി എത്ര ആൾക്കാർ കുഞ്ഞുങ്ങളില്ലാതെ ജീവിക്കുന്നു ഭഗവാനെ. അവർക്ക് ആർക്കെങ്കിലും ഈ പാവത്തിനെ കൊടുത്തിരുന്നെങ്കിൽ, അത് അവിടെ എവിടെങ്കിലും കിടന്ന് ജീവിച്ചു. റോട്ടിൽ ഈ തെരുവിൽ ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോൾ തെരുവിലുള്ള അമ്മമാര് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കണ്ടല്ലോ. ഞാൻ അത് ആലോചിച്ചു. ഓരോ അമ്മമാര് ഇങ്ങനെ പട്ടിണി വയറൊട്ടിയാലും അവരിങ്ങനെ ചേർത്ത് പിടിച്ച് വളർത്തുന്ന ആ മാതൃത്വം പോലും ഈ പിശാചിന് ഉണ്ടായില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വളരെ മോശമായി പോയി, വളരെ മോശമായ. അത്രയും വലിയ ഫാമിലി, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്, അമ്മാവനുണ്ട്, അമ്മായിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു പിഞ്ചു പൈതലിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. എല്ലാവരും അവരവരുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഒന്നേ പറയാനുള്ളൂ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക, ഈ പറയുന്ന വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുക. ഇങ്ങനെയുള്ള പാപങ്ങളൊന്നും എടുത്ത് തലയിൽ വെക്കാതിരിക്കുക. ഒരു ജയിൽവാസം കൊണ്ടൊന്നും തീരുന്നതല്ല ഈ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ. ജന്മാന്തരങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നിശ്ചയിക്കും പാപങ്ങൾ. മനസ്സിലായി? ആ കഷ്ടതകൾ, ആ കർമ്മഫലം ഭഗവാൻ നിശ്ചയിക്കും. അത് താങ്ങാൻ കഴിയില്ല. എന്ത് ചെയ്യുന്നു അത് തിരിച്ചനുഭവിക്കേണ്ടി വരും. റബ്ബർ പന്ത് മതിലടിച്ച പോലെ തിരിച്ചു വരും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റുക. വീട്ടിലുള്ള പെൺകുട്ടികളെ മര്യാദയ്ക്ക് വളർത്തുക. 8 മണി 9 മണി വരെ കുട്ടികളെ കിടത്തി ഉറക്കാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കത് കാണുന്നതേ ഇങ്ങനെ എന്താ പറയാ, പെരുത്ത് കയറും കാലേ കൂടി. സാത്വികം അങ്ങ് പോവും. വാ തുറന്ന് എന്തെങ്കിലും അനാവശ്യം പറയണമെങ്കിൽ അടുത്തത് വായന്ന് നല്ലത് പൊട്ടിക്കണം. ഈ മേലാൾക്ക് പറയുന്നത് എന്ന് പറഞ്ഞ് വലിയ മഴയെടുത്ത് തലയ്ക്ക് വെട്ടാന്നല്ല പറഞ്ഞത്. ചെറിയ ഇങ്ങനെയുള്ള ഞൊട്ടുകൾ, ശിക്ഷകൾ കൊടുക്കുക. ആ ഒരു റെസ്ട്രിക്ഷൻസിൽ തന്നെ കുട്ടികളെ വളർത്തുക. തെറി പറയാതിരിക്കുക. കുട്ടികളെ തല്ലരുത്, തല്ലുന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. ഞാൻ ഇന്ന് വരെ എൻ്റെ സഞ്ജുവിനെ തല്ലിയിട്ടില്ല, ഇതുവരെ തല്ലിയിട്ടില്ല. നല്ലത് കിട്ടും നിനക്ക് എന്നോട്, ഇതേ ഞാൻ പറയും. ഒറ്റ വാക്കേ ഞാൻ പറയും.
വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട സഞ്ജു, നല്ലത് കിട്ടും, എൻ്റെ സ്വഭാവം മാറും. അത് സോറി അവൻ ആദ്യം പറയില്ല, മമ്മി 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 പ്ലീസ് 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 സോറി, ഞാനൊന്നും ഒന്നും പറയാനില്ല, ജോലി ചെയ്ത് ഞാനൊന്നും പറയാൻ വരുന്നില്ല. അറിയാം ശാന്തി മാതാജി ലൈനിലുണ്ടെങ്കിൽ ഇപ്പൊ പറയും, എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ്റെ ഭക്ഷണം എൻ്റെ മകനാണ് ഉണ്ടാക്കുന്നത്. അറിയാമോ നിങ്ങൾക്ക്? അവനാ ഉണ്ടാക്കുന്നത്. ഞാൻ അവന് കുക്കിംഗ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇല്ല എന്നാണെങ്കിൽ കിച്ചണിൽ കയറി കുക്ക് ചെയ്യുക. കുകിയൊന്നും ഇവിടെ നടക്കൂല. ആരെങ്കിലും ഒക്കെ വഴിയിൽ വെച്ചിട്ട് പാതി തിന്നിട്ട് തുപ്പിയിട്ടെടുക്കണം, നമ്മളെങ്ങനെ അറിയുമോ? ഉണ്ടാവും, നടക്കില്ല. നിനക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വീട്ടിലുണ്ട്, നിനക്ക് കുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ അവനാ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അവനാവശ്യമുള്ളത്, അവൻ്റെ ബെഡ്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നതും അവൻ്റെ തുണി വാഷ് ചെയ്യുന്നതൊക്കെ അവൻ തന്നെ. എന്താ കുഴപ്പം? ചെയ്യട്ടെ, അങ്ങനെ ചെയ്ത് പഠിക്കട്ടെ. നാളെ അവനൊരു കല്യാണമൊക്കെ കഴിച്ച് അവനൊരു ഭാര്യ വന്നാൽ പെട്ടെന്ന് ആ കുട്ടി ഒന്ന് വയ്യാതെ കിടക്കുകയാണ്, അല്ലെങ്കിൽ വല്ല തലവേദന എടുത്ത് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഒന്ന് ജോലിക്ക് പോയി ലേറ്റ് ആവാണ് വരാൻ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്കും കൂടി വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാലോ. അതതിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ലല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ മോനെ ഞാൻ അങ്ങനെയാണ് വളർത്തുന്നത്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ. വെട്രിവേൽ എന്ന് പറയുന്ന ശാന്തി മാതാജിയാണ്. മാതാജി എന്നും നമ്മളെ വീട്ടിൽ വരുന്നതാണ്. എൻ്റെ സഞ്ജു അവനുള്ള ഭക്ഷണം ഉണ്ടാക്കും, അവൻ്റെ കാര്യങ്ങൾ നോക്കും, അവൻ്റെ ഡ്രസ്സ് എടുത്ത് വെക്കും, എല്ലാം എൻ്റെ മോനാ ചെയ്യുന്നു. ഞാൻ അവൻ്റെ കാര്യങ്ങൾ അധികമൊന്നും എല്ലാം എൻ്റെ ശ്രദ്ധയിലുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ എൻ്റർടൈൻ ചെയ്യാറില്ല. കൃത്യമായിട്ട് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഡിഗ്രിക്ക് പോകുന്നേ ഉള്ളൂ, ജിമ്മിൽ ട്രെയിനറായിട്ട് പോകുന്നുണ്ട്. ജോലി ചെയ്യേ, അതെനിക്കൊരു ഹെൽപ്പാവില്ലേ? ഇത് നിനക്ക് അറിയുന്ന കാര്യമല്ലേ? ഈ കാര്യം നിനക്ക് ഇൻട്രസ്റ്റഡ് ആണ്, പഠിത്തവും നടക്കട്ടെ, ഒരു കുഞ്ഞ് ജോലിക്ക് നീ പോ. എൻ്റെ ജിം ഫീസും കൂടി അവനാ കെട്ടണം, അവൻ ട്രെയിനറായിട്ട് പോയിട്ട്. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചും കൂടി കുട്ടികളെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ പെർഫെക്റ്റ് ആവും. അതർവൈസ് കുട്ടികൾ പെർഫെക്റ്റ് ആവില്ല. പാരൻസിൻ്റെ കയ്യിലാണ് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ഇരിക്കും. കുഞ്ഞിലേ ചെയ്യണം. എൻ്റെ വീട്ടിലെ എൻ്റെ ചേട്ടൻ്റെ മോള് ലക്ഷ്മി വയ്യാത്ത കുട്ടിയാണ്, നിങ്ങൾക്ക് അറിയാം, മിക്കവർക്കും അറിയാം. കാല് രണ്ടും തളർന്നിട്ട് പിന്നെ കുറച്ച് നടന്നു തുടങ്ങിയ കുട്ടിയാണ്. അവൾ എൻ്റെ വീട്ടിൽ പഠിച്ചു വരുമല്ലോ, 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ മോള്, ഞാൻ പറയും, എൻ്റെ അച്ഛനും പറയും, മോൾ അടിച്ചു വാരി വീട്, ആ തുണിയൊക്കെ എടുത്തോണ്ടേക്ക്, വിളക്ക് എത്തിക്കാൻ തിരിയെല്ലാം ഇട്ട് വെക്ക്, ആ വെള്ളം എടുത്തിട്ട് അമ്മയ്ക്ക് അടുക്കളയിൽ കൊണ്ടു കൊടുക്ക്. അവൾ അതെല്ലാം ചെയ്യും. അച്ഛൻ കിടക്കുന്ന ബെഡ് വിരിച്ചിട്ട് മോളെ, എന്നിട്ട് മെല്ലെ ചാടി കയറി ബെഡൊക്കെ വിരിച്ചിട്ട് തലയണൊക്കെ വെച്ച് മോളെ ഗുഡ് നൈറ്റ് പറയും, രാവിലെ എണീറ്റാൽ നമസ്തേ പറയും. ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ ട്രെയിനിങ്. ഒരു ദിവസം കൊണ്ട് മഞ്ജരീസ് ഉണ്ടാവുക, ഒരു ദിവസം കൊണ്ട് എന്താ പറയുക, സ്ട്രിക്റ്റ് ലൈഫിലൊരു മാതാജി ഉണ്ടായതല്ല നിങ്ങളുടെ അമ്പിളി മാതാജി. കുഞ്ഞിലേ നല്ല രീതിക്ക് ട്രെയിനിങ് ചെയ്തിട്ടാണ് എൻ്റെ അച്ഛനെ വിട്ടത്. ഈ ലൈവൊക്കെ എൻ്റെ നാട്ടിലും എല്ലാവരും കാണും, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവരെല്ലാവരും കാണും. 5ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ കയ്യിൽ ചൂല് തന്നതാ, അടിച്ചു വാരിക്കോ. എൻ്റെ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, രാവിലെ എണീക്കുക, കുളിക്കുക, അമ്പലത്തിൽ പോവുക, മുറ്റടിച്ചു വരാ, വീടടിച്ചു വരാ, അടുക്കളയിൽ പാത്രം തേച്ച് കഴുകുക. അന്നൊക്കെ വെണ്ണീരിട്ടിട്ടാ പാത്രം തേച്ച് കഴുകുക. പാത്രം തേച്ച് കഴുകുക, കിണറ്റിൽ നിന്ന് വെള്ളം കോരി അടുക്കളയിലും ബാത്റൂമിൽ വെക്കുക. എൻ്റെ അച്ഛൻ കുളിക്കാൻ, അമ്മ കുളിക്കാൻ, ഞാൻ കുളിക്കാൻ, എൻ്റെ ഏട്ടൻ കുളിക്കാനൊക്കെയുള്ള വെള്ളം എടുത്ത് വെക്കണം. അമ്മ തുണിയെല്ലാം ബക്കറ്റിൽ സോപ്പിൽ കുതിർത്ത് വെക്കും. അന്ന് കല്ലിലിട്ട് അടിച്ചലക്കുക. അതെല്ലാം അലക്കിയിട്ട് ഒരു ബക്കറ്റിൽ ഞാൻ വെക്കും. പിന്നെ അമ്മ അത് ഒലുമ്പി ആറിടും. ഇത്രയും ജോലി ചെയ്തിട്ട് നീ സ്കൂളിലേക്ക് പോയാൽ മതി. എന്നിട്ട് എന്താ സംഭവം എന്നറിയോ? 9:15 ഒരു SBT ബസ് ഉണ്ട്. 9:30 ബെല്ലടിക്കും. 9:15 ആ ബസ്സിന് ഓടി കയറി ചിലപ്പോൾ 9:30 എന്നുള്ളത് 9:35 പോയ സിസ്റ്റർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വീട്ടിലെന്താ കഞ്ഞിയും കറിയും വെക്കാനുള്ള ജോലി ഉണ്ടായിരുന്നോ? അന്ന് എൻ്റെ മനസ്സിൽ പറയും, കഞ്ഞിയും കറിയും വെച്ചില്ല, ബാക്കി എല്ലാ ജോലിയും ചെയ്ത സിസ്റ്ററെ ഞാൻ വരുന്നത്. എന്നിട്ട് സ്കൂൾ വിട്ട് 4 മണിക്ക് സ്കൂൾ വിട്ടാൽ 4:45 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? എന്താ പറയുക, നമ്മുടെ ഇവിടെ പാല് വാങ്ങിക്കാൻ പോകണം. പാല് വാങ്ങി വന്ന് ഞാൻ ട്യൂഷന് പോയി വീണ്ടും വൈകിട്ട് അടിച്ചെല്ലാം വാരി വിളക്ക് കത്തിച്ച് സന്ധ്യനാമം ചൊല്ലിയിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ കൂട്ട് കിടക്കാൻ പോകണം. അവിടെ അങ്കിളില്ല, അങ്കിള് ലക്ഷദ്വീപിലായിരുന്നു. അമ്മയുടെ അനിയത്തിയും 2 മക്കളും എൻ്റെ സെയിം ഏജിലാണ് അവളുള്ളത്. അപ്പം അവിടെ ആൻറ്റിയുടെ വീട്ടിൽ കൂട്ട് കിടക്കാൻ പോകണം. കൂട്ട് കിടന്ന് രാവിലെ 5 മണിക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് കുളിച്ച് ബുക്കെല്ലാം എടുത്ത് വെച്ച് രാത്രി ഹോംവർക്കെല്ലാം എഴുതി തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വരണം. വന്നിട്ട് വീണ്ടും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് സ്കൂളിൽ പോകണം. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ട്രെയിൻ ചെയ്തത്. ഇതൊന്നും ഇല്ലാത്ത കാര്യമല്ല, ഇതൊക്കെ എൻ്റെ നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന കാര്യം. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവർ എൻ്റെ വീട്ടിൽ വരെ ഈ ലൈവ് കാണും. ഇതൊക്കെയായിരുന്നു എൻ്റെ വീട്ടിൽ. സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിൽ ഈ ദിവസം വരെയൊക്കെ അങ്ങനെയാണ്. ഇപ്പം എൻ്റെ അച്ഛൻ എൻ്റെ ഏട്ടൻ്റെ മക്കളെ ട്രെയിൻ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്താൻ ശ്രമിക്കണം, അല്ലാണ്ടൊന്നും പറ്റുമൊന്നുമില്ല. രാത്രി ഞാൻ എത്ര നേരം പഠിക്കാനിരിക്കും അത്രയും നേരം എൻ്റെ അച്ഛൻ കൂട്ടിരിക്കുകയായിരുന്നു. പത്രവും വായിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്കും വായിച്ച് അച്ഛൻ ഹോളിലിരിക്കും. 1 മണിയാകുമ്പോൾ അച്ഛൻ പറയും, അമ്പിളി കിടന്നോ, സമയം 1 മണിയായി. ഇപ്പോഴും എൻ്റെ കാതിൽ അതുണ്ട്. അന്ന് നിന്നിട്ട് അച്ഛൻ ഒരു കട്ടൻ ചായ ഇട്ടരും എനിക്ക് രാത്രി. അമ്മ കിടന്നുറങ്ങും. ആ കട്ടൻ ചായയും കുടിച്ചുകൊണ്ടായിരിക്കും ഞാൻ എഴുതുന്നതും പഠിക്കുന്നതുമൊക്കെ. അതുകൊണ്ട് ഇന്നും ക്ലാസ് 10:30 വരെ എടുക്കുന്നു. അത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇവിടെ ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട്. ബുക്സ് വായിക്കാതെ ഞാൻ ഉറങ്ങില്ല. ഏതെങ്കിലും ബുക്സ് വായിക്കും.
ഏർലി മോർണിംഗ് ഒരു 2:55 എഴുന്നേക്കും. ഈ ശാന്തി മാതാജി എന്നും ചോദിക്കും. പിന്നെ ഒരു നമ്മുടെ കണ്ണൻ ചേട്ടനുണ്ട്, നമ്മുടെ മീഡിയ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ, കണ്ണൻ പന്താവൂര് ചേട്ടൻ നമ്മളെ കൂടെ കുറച്ച് ദിവസം യാത്ര ചെയ്ത്, എന്താ ഉറക്കമില്ലാത്ത മാതാജി, എന്തൊരു ഉറക്കം, 4 മണിക്കൂർ ഉറങ്ങുന്നത്, 12:30 1 മണിയോടെ മാതാജി കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഇത് കുഞ്ഞിലേ ശീലിച്ച് പോയപ്പാ, എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയായി. പക്ഷെ ഞാൻ ഫിറ്റാണ്, ഒന്നും എനിക്ക് കുഴപ്പമില്ല, ഹെൽത്തി, ഞാൻ ഫിറ്റാണ്. രാവിലെ ഉച്ചയ്ക്കൊക്കെ ഇപ്പോൾ കുറേ ഷൂട്ട്, ഡബ്ബിങ്, അത് ഇത്, യാത്ര, തമിഴ്നാട്ടിലെ ചൂടൊക്കെ ആകുമ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറങ്ങണമെങ്കിൽ 1 മണിക്കൂറൊക്കെ ഞാൻ കിടന്നുറങ്ങും. എങ്കിലും എൻ്റെ വീട്ടിൽ സ്റ്റിൽ ഞാൻ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. എന്തിന് നിങ്ങളെ ഏൽപ്പിക്കുന്ന 100-150 പേരുടെ അന്നദാനം ആരുണ്ടാക്കണമെന്ന് ഓർത്തിട്ടാ? എനിക്ക് വേണേൽ തൊട്ടപ്പുറത്തുള്ള ചേച്ചിയെ വിളിച്ചിട്ട് അവർക്ക് പൈസ കൊടുത്ത് ഉണ്ടാക്കിക്കൂടാ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ ഈ കൈ കൊണ്ടാണ് ഞാൻ ഈ 100-150 പേർക്ക് അന്നദാനം ഉണ്ടാക്കുന്നത്. ശാന്ത മാതാജിക്ക് അറിയാം, മറ്റേ വിനോദ് പ്രഭുവിന് അറിയാം, ബിന്ദു അമ്മയ്ക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. 150 പേര്, 170 പേര്, ചിലപ്പോൾ നിങ്ങൾക്ക് ലൈവിൽ കണ്ടുകൂടെ 200 പേർക്കൊക്കെ അന്നദാനം കൊണ്ടുപോകുന്നത്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഫുഡ് ഉണ്ടാക്കും. മാക്സിമം ചിലപ്പോൾ എന്തെങ്കിലും വടയോ കാര്യങ്ങളൊക്കെ പുറത്തു കൊടുക്കാറുള്ളൂ, അല്ലെങ്കിൽ വെറൈറ്റി റൈസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാകുമ്പോഴാണ് കുറച്ച് ഐറ്റംസ് പുറത്തേക്ക് കൊടുക്കുന്നത്. അതർവൈസ് മാക്സിമം ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് മഞ്ജരീസിൻ്റെ മെസ്സേജുകൾ നോക്കുന്നു, ഷൂട്ടിങ്ങിന് പോകുന്നു, ഡബ്ബിങ്ങിന് പോകുന്നു, യാത്ര ചെയ്യുന്നു, പ്രഭാഷണത്തിന് പോകുന്നു. മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട്. ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ ചിന്തകളെയാണ്. ചിന്തകളെ ചേഞ്ച് ചെയ്യുക, ജീവിത ശൈലി ചേഞ്ച് ചെയ്യുക, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കും. അയ്യോ കാലുവേദന, നടുവേദന, ആ വേദന, ഈ വേദന, അത് ഇത്, ഇതെല്ലാം വെച്ച് TV കാണാം, സീരിയൽ കാണാം. സീരിയൽ കാണണ്ടെന്ന് ഞാൻ പറയണില്ല, കാരണം ഞാനും ഒരു സീരിയൽ ആർട്ടിസ്റ്റാണ്. നിങ്ങൾ കണ്ടാലേ റേറ്റിംഗ് കൂടും, അത് വേണ്ടാന്ന് ഞാൻ പറയണില്ല. പക്ഷെ എന്നാൽ പറയാണ്, തൊട്ടപ്പുറത്തെ ആൾക്കാരെ കുറ്റം പറയാനും, കഥ പറയാനും, ഷോപ്പിങ്ങിന് പോകാനും, കല്യാണത്തിന് പോകാനും, ടൂർ പോകാനും, യാത്ര പോകാനും ഒന്നും ഈ കൈക്കും കാലിനും നടുവിനും വേദനയില്ല. മറ്റ് ജീവിതശൈലികളിലേക്ക് പറഞ്ഞാൽ കൈ, കാല്, തല എല്ലാം പ്രശ്നം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റുക. വീട്ടിലുള്ള പ്രായമുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുക. അവർക്ക് സമയത്തിന് നേരത്തിന് ഭക്ഷണം കൊടുക്കാൻ സാധിക്കട്ടെ. വീടൊക്കെ ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പഠിക്കട്ടെ. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ എല്ലാം ശരിയാവും. പോട്ടെ, ഇതൊക്കെ പറഞ്ഞെന്നല്ല, ഇനി ഇതുപോലൊക്കെ ചെയ്യ്. ഓക്കെ, സത്യം. അപ്പം അങ്ങനെയൊക്കെ എല്ലാം നന്നായിട്ട് ചിന്തിക്കുക, നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ വരിക. നല്ലത് മാത്രം നടക്കട്ടെ. കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേ ഒരു സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ. താല്പര്യമില്ല കേൾക്കാൻ, ഇഷ്ടമില്ല കേൾക്കാൻ, അതൊന്നും വരാതിരിക്കട്ടെ. ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഓരോ വ്യക്തികളും മാറുമ്പം, ഓരോ കൂട്ടായ്മകൾ ശരിയാവുമ്പോൾ എന്താ പറയുക, സമൂഹത്തിന് കുറേ മാറ്റങ്ങൾ വരും. ഇനിയും കുട്ടികളും വൃദ്ധജനങ്ങളും ഒന്നും ഇതുപോലുള്ള ദുരിതങ്ങളിൽ പെടാതിരിക്കട്ടെ. ഓരോ വ്യക്തികളുടെ ചിന്താഗതികൾ മാറട്ടെ. സമാധാനം നിലനിൽക്കട്ടെ നമ്മുടെ നാട്ടിൽ. ഓക്കെ, എല്ലാവരും പ്രാർത്ഥിക്കുക, ഈശ്വരനോട് കൂടി ചേർന്നിരിക്കുക. ഏത് മതവും ആയിക്കോട്ടെ, ഹിന്ദു, ക്രിസ്ത്യനോ, മുസ്ലിം, ഏതുമായിക്കോട്ടെ, അതാത് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ധാർമ്മികമായ ജീവിത രീതി ശീലിക്കുക. സമാധാനത്തോടെ മുന്നോട്ട് പോവുക. വസ്ത്രധാരണ രീതികൾ ശ്രദ്ധിക്കുക. സനാതന ധർമ്മത്തെ മുറുകെ പിടിക്കുക. നല്ലത് മാത്രം കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നല്ലത് മാത്രം ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ് എടുത്താലോ? അല്ലെങ്കിൽ നിങ്ങളെല്ലാം കിടന്നുറങ്ങും, 10 മണി. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 71 71 നമ്മളെടുത്തു. ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മ വിവർധന ബ്രഹ്മവിദ് ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോണത്, അതും പഠിച്ചു, 73ാമത്തെ ശ്ലോകമാണെന്ന് തോന്നുന്നു. ഇനി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഏതെങ്കിലും ശ്ലോകം വിട്ടു പോയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നിന്നാണെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ ആ ശ്ലോകം വീണ്ടും എടുത്തു തരാം. ഇപ്പൊ നമുക്ക് 73ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ഓക്കെ, 73ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ സ്തവ്യഹ. സ്തവ്യഹ. ഓക്കെ, സ്തവ്യഹ, സ്തവപ്രിയ. സ്തവപ്രിയ, സ്തവ്യഹ, സ്തവപ്രിയ. സ്തോത്രം. സ്തോത്രം. സ്തുതിഹ. സ്തുതിഹ. സ്തോധാരണപ്രിയ. സ്തോധാരണപ്രിയ. 72 വരെ എടുത്തു അല്ലേ? അപ്പൊ നമ്മൾ 73ലേക്കാണ് പോകുന്നത്. ഇത് 73ാമത്തെ ശ്ലോകമാണ്. സ്തവ്യഹ സ്തവപ്രിയ. സ്തോത്രം സ്തുതിഹ സ്തോധാരണപ്രിയ. പൂർണഃ. പൂർണഃ. പൂരയിധ. പൂർണഃ പൂരയിധ. പുണ്യഃ. പുണ്യകീർത്തിര നാമയഃ. എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് വേർഡ് പിരിച്ച് ചൊല്ലി പറഞ്ഞിരുന്നത് കേട്ടോ. പുണ്യ
പുണ്യകീർത്തീര നാമയഃ. പുണ്യകീർത്തീര നാമയഃ. ഓക്കെ, അപ്പൊ സ്തവ്യാസ്തവ പ്രിയ, സ്തോത്രം സ്തുതിഃ സ്തോധാരണ പ്രിയ, പൂർണ പൂരൈധ പുണ്യ പുണ്യകീർത്തീരനാമയഃ. കിട്ടിയോ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തവ്യ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എല്ലാവരാലും സ്തുതിക്കപ്പെടുകയും. ഭഗവാനെ നമ്മൾ എല്ലാവരും സ്തുതിക്കുന്നുണ്ട് ഇല്ലേ? എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നുണ്ട് ഭഗവാൻ കൃഷ്ണൻ. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. എല്ലാവരും ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരാലും സ്തുതിക്കപ്പെടുകയും ആരുടെയും സ്തോതാവ് അല്ലാതിരിക്കുന്നവനും ആണ് ഭഗവാൻ. ആരും ഭഗവാന്റെ മുകളിൽ ആരുമില്ല. ഭഗവാൻ തന്നെയാണ് ദ സുപ്രീം ലോർഡ്, അഖില കോടി ബ്രഹ്മാണ്ഡ നായകൻ. അപ്പോ എല്ലാവരാലും സ്തുതിക്കപ്പെടുകയും ആരുടെയും സ്തോതാവ് അല്ലാതിരിക്കുകയും ചെയ്യുന്നവനാരോ ആ ഭഗവാനെ നമ്മൾ സ്തവ്യഃ എന്ന് വിളിക്കുന്നു. ഭഗവാന്റെ 1000 നാമങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്, വിഷ്ണു സഹസ്രനാമം. അപ്പോൾ 1000 നാമങ്ങളിൽ നമുക്ക് ഭഗവാന് സ്തവ്യഃ എന്നൊരു പേരുണ്ടെന്ന് അറിയില്ല. ഇതെല്ലാം ഭഗവാന്റെ പേരുകളാണ്. ഭഗവാനെ നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന പേരുകളാണ്, കീർത്തിക്കാൻ ഉപയോഗിക്കുന്ന പേരുകളാണ് ഇതെല്ലാം. അപ്പൊ സ്തവ്യഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആരാണ്? ഭഗവാനാണ്. സ്തവ്യഃ, എല്ലാവരാലും സ്തുതിക്കപ്പെടുന്ന ഭഗവാനെ നമ്മൾ സ്തവ്യഃ എന്ന് വിളിക്കുന്നു. ഇനിയോ സ്തവപ്രിയഃ. സ്തവപ്രിയഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതി പ്രിയമായിരിക്കുന്നവൻ. ഭഗവാൻ ഏറ്റവും ഇഷ്ടം സ്തുതിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത്, ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കൂ, കീർത്തനങ്ങൾ ആലപിക്കുന്നു. എന്തുമാത്രം പുസ്തകങ്ങളുണ്ടെന്ന് അറിയാം ഭഗവാന്റെ കീർത്തനങ്ങളുള്ള പുസ്തകങ്ങൾ. ഇഷ്ടം പോലെ കീർത്തനങ്ങളുള്ള പുസ്തകമുണ്ട് മഞ്ജരീസിൽ. അത് വാങ്ങ്. ഭഗവാനെ സ്തുതിക്കാൻ കുളിച്ച് കാലും മുഖവും കഴുകി ഭഗവാന്റെ പൂജാറൂം പോയി വിളക്കും വെച്ചിരിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെ ഇരുന്നും ഭഗവാനെ സ്തുതിക്കാം. ഇനി രാത്രി കിടക്കാൻ പോവാണോ, ഒരു ബുക്ക് എടുത്തിട്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിച്ച് കിടക്കൂ. വീട്ടിൽ ആർക്കും ബുദ്ധിമുട്ടാവുന്നതാണെങ്കിൽ മനസ്സിൽ ആലപിക്കൂ ഭഗവാന്റെ കീർത്തനങ്ങൾ. ഇഷ്ടംപോലെ കീർത്തനങ്ങളുണ്ട് ഭഗവാന്റെ ഇല്ലേ? മനസ്സിൽ ആലപിക്കൂ ഭഗവാന്റെ കീർത്തനങ്ങൾ. ആലപിച്ച് അങ്ങനെ കിടന്നുറങ്ങും. നല്ല കാര്യമാണ്. അപ്പോ ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുന്നതുകൊണ്ട് എന്താ കാര്യം വെച്ചാൽ ഭഗവാൻ ആ സ്തുതി ഇഷ്ടമാണ്. ഭഗവാനെ സ്തുതിക്കുന്നത് ഭഗവാൻ ഇഷ്ടമാണ്. നമുക്ക് എന്താ ഇഷ്ടം? ഭഗവാൻ എന്താണോ ഇഷ്ടം അത് കൊടുക്കാനാണ് നമുക്ക് ഇഷ്ടം അല്ലേ? അതാണ് നമുക്ക് ഇഷ്ടം. ഈശ്വരന് കൃഷ്ണൻ എന്താണോ ഇഷ്ടം അത് നമുക്ക് ഇഷ്ടമാണ്. അതാണ് നമ്മുടെ രീതി. അപ്പോൾ ഭഗവാന്റെ ഇഷ്ടം നോക്കുന്നവരെ ഭഗവാനെ സ്തുതിക്കാൻ പഠിക്കുക. ഇഷ്ടംപോലെ സ്തുതിക്കുക ഭഗവാനെ. അത് കേൾക്കാൻ ഭഗവാന് വലിയ ഇഷ്ടമാണേ. അതുകൊണ്ടാണ് ഭഗവാനെ സ്തവപ്രിയഃ എന്ന് പറയുന്നത്. ഇനി എന്താ പറയണെന്ന് വെച്ചാൽ സ്തോത്രം. സ്തോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊന്നിനാൽ സ്തുതിക്കപ്പെടുന്നുവോ അതിന്റെ രൂപമായവൻ. കാർവർണ്ണൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഭഗവാൻ കാർവർണ്ണ രൂപത്തിലാണ് ഇല്ലേ? കാളിയ മർദ്ദനം എന്ന് പറയുമ്പോൾ ഭഗവാൻ കാളിയനെ മർദ്ദിച്ചിട്ട് ഭഗവാൻ കാളിയന്റെ മേലെ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വെണ്ണക്കണ്ണാന്ന് വിളിക്കും ഭഗവാൻ വെണ്ണയോട് കൂടിയിരിക്കുകയാണ്. മദന ഗോപാല എന്ന് വിളിക്കുമ്പോൾ ഭഗവാൻ മദനഗോപാലന്റെ രൂപത്തിലാണ് അല്ലെ? അപ്പൊ ഭഗവാനെ നമ്മൾ സ്തുതിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ വാക്കുകൾ ഉപയോഗിക്കുന്നോ, ആ എന്ത് വാക്കുകൾ കൊണ്ടാണോ ഭഗവാനെ സ്തുതിക്കപ്പെടുന്നത് ആ രൂപത്തിലാണ് ഭഗവാനുള്ളത്. മാധവൻ എന്ന് പറഞ്ഞാൽ മാധവനാണ്, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്, വസുദേവരുടെ മകൻ എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് ഭഗവാൻ. നന്ദകിശോരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഭഗവാനെ നമ്മൾ ഏത് രീതിയിലാണോ സ്തുതിക്കുന്നത് ആ രീതിയിൽ ഭഗവാനുണ്ട്, ആ രൂപത്തിൽ ഭഗവാനുണ്ട്. ആലോചിച്ച് നോക്കിക്കേ, പാർത്ഥസാരഥി പറഞ്ഞാൽ ഭഗവാൻ ആ രൂപത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വാക്കിലൂടെയാണോ ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നത് അതേ രൂപത്തിൽ ഭഗവാനുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നു സ്തോത്രം. സ്തോത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല എന്താ, സ്തോത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്ന കുറെ സ്തോത്രങ്ങളാണ്. അത് ഓക്കെ, അത് സമ്മതിക്കുന്നു. പക്ഷെ അതിലും ഉപരി ഒരു അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യാതൊന്നിനാൽ സ്തുതിക്കപ്പെടുന്നുവോ അതിന്റെ രൂപമായവൻ. വെണ്ണക്കണ്ണാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വെണ്ണയോടുകൂടി ഇരിക്കുന്നത്. ആ വെണ്ണക്കണ്ണൻ എന്ന് പറയുന്ന ആ വാക്കിൽ, ആ അർത്ഥത്തിൽ, ആ വാക്കിൽ ഭഗവാനുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്തുതിക്കപ്പെടുന്ന രീതിയോടുകൂടി, രൂപത്തോടുകൂടി ഭഗവാൻ ഇരിക്കണം. അതുകൊണ്ടാണ് ഭഗവാനെ സ്തോത്രം എന്ന് വിളിക്കുന്നത്. ഇനി എന്താ പറയുന്നത്? സ്തോത്രം സ്തുതിഹ. സ്തുതിഹ എന്ന് പറയുന്നത്, സ്തുതിഹ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക എന്ന ക്രിയയുടെ നാമരൂപമായവൻ. സ്തുതിക്കുന്നുണ്ട് ഭഗവാനെ നമ്മൾ അല്ലെ? ആ ക്രിയ അതൊരു ക്രിയയാണ്, അതൊരു പ്രവൃത്തിയാണ്. അപ്പൊ ആ പ്രവൃത്തിയുടെ നാമത്തിലാണ് ഭഗവാൻ നിൽക്കുന്നത്. നമ്മൾ സ്തുതിക്കും എന്ന് പറയുമ്പോൾ ആ സ്തുതിയിലാണ് ഭഗവാൻ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാനെ സ്തുതിഹ എന്ന് വിളിക്കുന്നത്. ഇനിയോ സ്തോധാരണപ്രിയ. സ്തോധാരണപ്രിയ. അപ്പൊ സ്തോധ എന്ന വാക്കിന്റെ അർത്ഥം എടുക്കാം, പിന്നെ നമുക്ക് രണപ്രിയ എന്നുള്ളത് എടുക്കാം. ഇവിടെ സ്തോധാരണപ്രിയ എന്ന് പറഞ്ഞാൽ, സ്തോത എന്ന് പറഞ്ഞാൽ സർവരൂപനായിരിക്കുകയാൽ സ്തുതി ചെയ്യുന്നവനും ഭഗവാൻ തന്നെ.
ഒരുപാട് രൂപങ്ങൾ ഭഗവാനുണ്ട്, ഇഷ്ടം പോലെ രൂപങ്ങളുണ്ട്. സർവരൂപനായിരിക്കുകയാണ് ഭഗവാൻ. ഏതൊക്കെ രൂപത്തിലുണ്ട് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് രൂപത്തിലുള്ള ആ ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞാൽ ആ സ്തുതിക്കുന്ന വാക്കും ഭഗവാൻ തന്നെ, സ്തുതിക്കാൻ ഉപയോഗിക്കുന്ന വാക്കിലുള്ള രൂപവും ഭഗവാൻ തന്നെ, സ്തുതി ഏറ്റെടുക്കുന്നവനും ഭഗവാൻ തന്നെ, സ്തുതിപ്പിക്കുന്നതും ഭഗവാൻ തന്നെ. അതുകൊണ്ട് പറയാം, സർവരൂപനായിരിക്കുകയാൽ, ഒരുപാട് രൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ട് സ്തുതി ചെയ്യുന്നവനും ഭഗവാൻ തന്നെ, സ്തുതി ചെയ്യുന്നവനും ഭഗവാൻ തന്നെ. പിന്നെന്താ പറയണത്? രണപ്രിയ, സ്തോധാരണപ്രിയ. അതിൽ സ്തോധ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു. ഇനി രണപ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണം പ്രിയമായിരിക്കുന്നവൻ. ഭഗവാൻ രണം ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ അധർമ്മത്തിനെതിരെ ഭഗവാൻ പോരാടും, നിർബന്ധമായിട്ടും പോരാടും. എവിടെ അധർമ്മം കാണുന്നോ ഭഗവാൻ ചിരിച്ചുകൊണ്ട് അത് ഫേസ് ചെയ്യുന്ന പറയുന്നത്. അതുകൊണ്ട് രണം ഭഗവാന് വലിയ ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ എന്ത് വേണം? അധാർമികതയിലേക്ക് പോകാതിരിക്കുക, ധാർമ്മികത കൈമുതലാക്കി വെക്കുക. അധാർമികതയിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. അപ്പൊ നമ്മൾ എത്ര ശരി ചെയ്താലും മറ്റുള്ളവർ ചിലപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തും, നമ്മുടെ ചെറിയ ചെറിയ തെറ്റുകൾ കാണാൻ ശ്രമിക്കും. നമ്മൾ എന്ത് ചെയ്യണം? അതിന് വലിയ മൈൻഡ് ആക്കരുത്. ഞാൻ അങ്ങനെയാണ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പൊ നമ്മളെ കുറിച്ച്, എന്നെ കുറിച്ച് പിന്നിൽ നിന്ന് ആരെന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അല്ലേ? പറയുന്നവന് പിന്നിൽ നിന്ന് പറയാനേ സാധിക്കും, മുന്നിൽ വന്ന് നിന്ന് പറയാൻ കഴിയില്ലല്ലോ. ഏറ്റവും വലിയ ആൻസർ ആണ് സുധി പാലത്തിങ്കൽ. സുധി എന്താ പറയുന്നത്? അമ്മൂസ് എന്തിനായെല്ലാം നോക്കണേ, പോയി പണിയാക്കാൻ പറയും. അമ്മൂസ് ചെയ്യുന്ന പ്രവൃത്തി ചെയ്യും, ക്ലാസ് എടുക്കില്ല, അത് മര്യാദയ്ക്ക് പോയി ക്ലാസ് എടുക്കുക, അവനവന്റെ കാര്യം നോക്കി മുന്നോട്ട് പോകും. ഒരുപാട് പേര്, ശ്യാമ മാതാജി ആവട്ടെ, ലാലി ശ്രീനിവാസൻ മാതാജി ആവട്ടെ, ശ്രീകല മാതാജി ആവട്ടെ, നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാവട്ടെ, സുരേഷ് മോനപ്പൻ പ്രഭു ആവട്ടെ, ആരായാലും പറയലും എന്താണ്? ഇപ്പൊ എൻ്റെ അച്ഛനും അമ്മയാവട്ടെ, അമറാവട്ടെ, ആരായാലും പറയും മാതാജി ക്ലാസ് എടുക്കണ്ടേ, ക്ലാസ് എടുക്കുക. മറ്റുള്ളവർ എന്ത് പറയണേ എന്നുള്ളതല്ല നമ്മുടേത്. എനിക്കത് കേൾക്കുമ്പോൾ എന്ത് സന്തോഷമാണെന്ന് അറിയാം. കാരണം എന്താ വെച്ചാൽ, ഒന്ന്, അവരിൽ ആ ധാർമ്മികത ഉള്ളതുകൊണ്ട് അവരത് അക്സെപ്റ്റ് ചെയ്യുന്നു. രണ്ട്, നമ്മുടെ ക്ലാസ്സുകൾ കേട്ടിട്ട് അവരും ആ മൈൻഡ് സെറ്റിലേക്ക് വരികയാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമാണ് ഇത് കേൾക്കുമ്പോൾ. അയ്യോ, എങ്ങനെയാണ് ഇത്രയും മോട്ടിവേഷൻ? അതാണ് നമുക്ക് വേണ്ടത് അല്ലേ? ഞാനിപ്പോൾ ഇത്രയും ജോലി ചെയ്യുന്നു എന്ന് പറയും. ഇതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജ് നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്കുള്ള പുസ്തകങ്ങൾ ഞാൻ പാക്ക് ചെയ്യാനുള്ള, ആദ്യമൊക്കെ ഞാൻ തന്നെ പാക്ക് ചെയ്യാറ്. പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ശാന്തി മാതാജി കൊണ്ട് വിനോദ് പ്രഭുവിനെ പാക്ക് ചെയ്യിക്കാറുണ്ട്. ബിന്ദം ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾ തീർക്കാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ സമയം ചെലവഴിക്കാറുണ്ട്. ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ജിമ്മിൽ പോകാറുണ്ട്. ഇതൊക്കെ എൻ്റെ ചുറ്റുപാടുള്ള ആളുകൾക്ക് അറിയുന്നതാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത്. അന്നദാനം കുക്ക് ചെയ്യുന്ന മാത്രമല്ല, പാക്ക് ചെയ്യാറുണ്ട്. അത് കറക്റ്റായിട്ട് ആരുടെയൊക്കെ പേരിലാന്നുള്ള എഴുതിയെടുക്കാറുണ്ട്. അത് കൊണ്ടുപോയി തെരുവിൽ കൊടുക്കാറുണ്ട്. അതുണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ ഞാൻ മാർക്കറ്റിൽ പോകാനുണ്ട്. എല്ലാം ഇവിടെ എത്തിക്കാറുണ്ട്. എത്ര കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ ഹാപ്പി ആയിട്ട് ചെയ്യുക, പോസിറ്റീവായിട്ട് ചെയ്യുക. മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തിങ്ക് ചെയ്യേ വേണ്ട. അവരിങ്ങനെ പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞു, അവരെന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കോ, അവരെന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കോ, അത് ചിന്തിച്ചു, ഇതൊന്നും മൈൻഡാക്കരുത്. ഇവരാരും നമ്മളുടെ എന്താ പറയുക മനസ്സിന്റെ സന്തോഷം നമ്മൾ കെടുത്തരുത്. ഇവരാരെ കൊണ്ടും നമ്മളെ മനസ്സിന് സന്തോഷം തരാൻ പറ്റില്ല. നമ്മൾ നേരെ പോ, നേരെ വാ. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരാരുമില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും. എനിക്കും ഉണ്ടാവും പ്രശ്നം. ആരും ഈ ഭൂമിയിൽ 100% ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. നമ്മുടെ സന്തോഷം കണ്ടെത്തുന്നത് നമ്മളാണ്. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ആ പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. കാരണം എന്താ? ആ പ്രശ്നങ്ങളാണ് നമ്മളെ ഓരോ സമയവും ഉയർന്നെഴുന്നേൽക്കാൻ നമുക്ക് ശക്തിയായി മാറുന്നത്. അത് ഭഗവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തണം. സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. ഞാൻ ഇന്നലെ ഒരു മൂവിക്ക് ഡബ് ചെയ്തു. ഭയങ്കര നല്ല മൂവി കേട്ടോ. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കാണേ. ആമസോൺ പ്രൈമിൽ റിലീസായിട്ടില്ല, റിലീസാവാൻ പോകുന്നേ ഉള്ളൂ 5 ഭാഷകളിൽ. അത് വന്നിട്ട് ദ ഡെവിൾ മോത്ത്. 6 പേര് ഒരു ടൂർ പോകുന്നത്, കഥ ഞാൻ പറയില്ല. അപ്പോൾ അതിൽ 6 പേര് ഫ്രണ്ട്സാണ്. അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഐ എം ദ ബെസ്റ്റ്. അത് മലയാളത്തിൽ വരുമ്പോഴത്തേക്കും ഞാൻ ഏറ്റവും നല്ലതാണ്, ഞാൻ സ്മാർട്ടാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര വേർഡാണ്. ആ സിനിമയുടെ ആ കംപ്ലീറ്റ് തീരുന്നത് വരെ എൻ്റെ ക്യാരക്ടറിന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല ഘട്ടങ്ങളിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിൽ പോലും അറിയാതെ അത് ഇൻസ്പയർ ആവുകയാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഹീമാൻ നാളെ റിലീസാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇനിയുണ്ട്, സമയമുണ്ട്. ഒരു 5-10 ദിവസത്തിനുള്ളിൽ നമ്മൾ അത് റിലീസാവും തോന്നുന്നു. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കണം. എന്നിട്ട് നമ്മൾ ഹാപ്പി ആയിരിക്കണം. നമ്മൾ സന്തോഷമായിരിക്കുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പം എന്തിനാ അവരുടെ എന്താ പറയുക സന്തോഷം അവരെന്താഗ്രഹിക്കുന്നു അതെന്തിനു നമ്മൾ നടത്തി കൊടുക്കണം?
നമ്മൾ ഹാപ്പി ആയിരിക്കും. വീട്ടിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിടിച്ച് കയറി അതിനോട് വാഗ്വാദം നടത്തരുത്. പറയട്ടെ, പറഞ്ഞു തീരട്ടെ എന്നാലോചിക്കുക. എത്രത്തോളം പറയും? ഇപ്പൊ തെറി വിളിക്കുകയാണെങ്കിൽ അതിന് ലിമിറ്റ് ഇല്ലേ? വിളിക്കട്ടെ, വിളിക്കാൻ പറ്റുന്നൊക്കെ വിളിക്കട്ടെ, പറയാൻ പറ്റുന്ന എല്ലാം പറയട്ടെ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകാഞ്ഞാൽ ഇതെല്ലാം ശാന്തമായിക്കോളും. എത്ര വലിയ സുനാമി വന്നാലും അതിനൊരു ശാന്തതയുണ്ടല്ലേ. അതുപോലെ എത്ര വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും സമാധാനത്തോടെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. വൈകാരികമായി പ്രശ്നങ്ങളെ ഒരിക്കലും സമീപിക്കരുത്, വിവേകപരമായി സമീപിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു, രണപ്രിയ എന്ന് പറയുമ്പോൾ അധർമ്മത്തിനെതിരെ പോരാടാൻ ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. അധാർമികത എവിടെ ഉണ്ടെങ്കിലും ഭഗവാൻ പോരാടും. അതുകൊണ്ടാണ് ഭഗവാനെ രണപ്രിയ എന്ന് വിളിക്കുന്നത്. പിന്നെയോ പൂർണ്ണഹ. അപ്പൊ നമ്മൾ സ്തവ്യഹ, സ്തവപ്രിയ, സ്തോത്രം, സ്തുതിഹ, സ്തോധാരണപ്രിയ എന്നുള്ള വേർഡ് പഠിച്ചു. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോണത് പൂർണ്ണഹ. പൂർണ്ണഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല കാമങ്ങളാലും സകല ശക്തികളാലും സമ്പന്നനാണ് ഭഗവാൻ. കാമം എന്ന് പറയുമ്പോൾ മറ്റേ നമ്മളെ തെറ്റായ ഈ 2026 കാമത്തെ നമ്മൾ വിചാരിക്കരുത്. അതിൻ്റെയൊക്കെ മുകളിലാണ് ഭഗവാൻ. എല്ലാ ഇഷ്ടങ്ങളും ഭഗവാൻ സകല കാമങ്ങളാലും, അതായത് എല്ലാ വികാരങ്ങളുടെയും സകല ശക്തികളും ഭഗവാനുണ്ട്. നമ്മുടെ എന്ത് പ്രശ്നവും പരിഹരിക്കാനുള്ള ശക്തി ഭഗവാനുണ്ട്. ഈശ്വര, ഞാൻ വിളിച്ചിട്ട് ഭഗവാൻ വിളി കേൾക്കുന്നില്ലേ? ഞാൻ ഗുരുവായൂരപ്പനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടേ, വിളി കേൾക്കുന്നില്ലേ? വിളി കേൾക്കേണ്ട സമയത്ത് ഭഗവാൻ വിളി കേൾക്കും. ഇപ്പൊ 2026 നമ്മൾ എത്തിയില്ലേ? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, 2020 എന്തെല്ലാം പ്രശ്നം നമ്മൾ അനുഭവിച്ചു? അയ്യോ, എന്ത് ചെയ്യും എന്നറിയാതെ നെഞ്ചു പിടച്ച സമയങ്ങൾ ഉണ്ടായില്ലേ നമുക്ക്? 2012, 2010, 2011, 12, 13, 14, 21, 22, 23, 24 എല്ലാ വർഷവും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക്. പ്രശ്നങ്ങളെല്ലാം താണ്ടി 2026 എത്തിയില്ലേ? ഏതെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ വീണുപോയോ? ഇന്നും ചെവി കേൾക്കുന്നുണ്ട്, കൈ അനക്കാം, കാലനക്കാം, കേൾക്കാം, പോകാം, വരാം, ജീവനോടെ ഇരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഭഗവാൻ തീർത്തില്ലേ? നമ്മളെ കൊണ്ട് ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ട പ്രശ്നങ്ങളിൽ നിന്ന് പോലും ഭഗവാൻ നമ്മൾ സോൾവ് ചെയ്ത് ഇവിടം വരെ എത്തിച്ചില്ലേ? ശക്തിയായി കൂടെ നിന്നില്ലേ? ഇനിയും ആ ഭഗവാൻ മുന്നോട്ട് കൊണ്ടുപോകും നമ്മളെ. നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം, സ്തോധാരണപ്രിയ, സ്തോത്രം ആലപിക്കുക, ഭഗവാന്റെ മുമ്പിൽ നാമസങ്കീർത്തനം ചെയ്യുക. ഉറപ്പായിട്ടും ഭഗവാൻ നമ്മളെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഇന്ന് ശാന്തി മാതാജി വിളിച്ചിട്ട് 3 പ്രശ്നം പറഞ്ഞു. ഞാൻ മാതാജിയോട് പറഞ്ഞു, ഓഹോ ഇതാണോ കാര്യം? പാവം, അതിൻ്റെ ഗ്യാസ് അവിടെ തീർന്നുപോയി, ബുക്ക് ചെയ്തിട്ടേ ഉള്ളൂ. ഉടനെ സൊല്യൂഷനായി. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കൂട്ടായ്മയിൽ നിൽക്കുക. ആ കൂട്ടായ്മയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് എവിടെ തളർന്നു പോകുന്നോ അവിടെ ആ കൂട്ടായ്മ നമ്മളെ സംരക്ഷിക്കും, ഉറപ്പായിട്ടും സംരക്ഷിക്കും, ഒരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും മനസ്സിന് ബലം കൊടുക്കുക. നമ്മൾക്കുണ്ടാകുന്ന എന്ത് പ്രശ്നവും തരണം ചെയ്യാനുള്ള ശക്തി നമ്മുടെ മുമ്പിൽ, നമ്മുടെ തൊട്ടടുത്ത്, നമ്മുടെ ഗുരുവായൂരപ്പാന്ന് വിളിക്കുന്നിടത്തുണ്ട്, കൃഷ്ണാന്ന് വിളിക്കുന്നിടത്തുണ്ട്. ആ ആത്മവിശ്വാസം മനസ്സിൽ വെക്കുക. നമുക്ക് നമ്മളെ വിശ്വാസമല്ലേ? നമ്മളെപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, എന്താ പറയുക? ആരെന്ത് പറഞ്ഞാലും എനിക്ക് എന്നെ അറിയാം, എനിക്ക് എന്നെ അറിയാം, ഞാൻ എന്താണെന്ന് എൻ്റെ ഭഗവാനും എൻ്റെ ഈശ്വരനും അറിയാം. ഇത് വെറും വാക്കാവരുത്, ഒരിക്കലും ഇത് വെറും വാക്കാവരുത്. ഞാൻ എന്താണെന്ന് എനിക്കറിയാമെങ്കിൽ, എൻ്റെ ഈശ്വരൻ അറിയാമെന്നെങ്കിൽ ആ ഈശ്വരനെ എന്തുകൊണ്ട് 100% വിശ്വസിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല? 100% സാക്ഷാൽ ഗുരുവായൂരപ്പനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും അദ്ദേഹം നമ്മളുടെ കൂടെ ഉണ്ടാവും. ആ സാഹചര്യത്തെ എങ്ങനെ മറികടക്കണമെന്ന് ഭഗവാന് ശരിക്കറിയാം. ആ മറികടക്കേണ്ട സമയത്ത് നമ്മളുടെ ചിന്തയിലൂടെ, ബോധത്തിലൂടെ നമ്മൾ പ്രവർത്തിക്കേണ്ട ഓരോ കാര്യങ്ങളും ഭഗവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തും. ഓരോ കാര്യങ്ങളും നമ്മളെ ശരിയായ വഴിക്ക് ഭഗവാൻ കൊണ്ടുപോകും. ഒരിക്കലും അഹങ്കാര മനോഭാവത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യരുത്? തീരുമാനങ്ങൾ എടുക്കരുത്. ഞാൻ എന്തും ചെയ്യും, എന്നെ കൊണ്ട് എന്തും പറ്റും, ഞാൻ അങ്ങനെയാണ്, ആ ചിന്ത വേണ്ട. നമ്മളൊന്നും അല്ല, സീറോ, ഒരു വട്ടപൂജയാണ് നമ്മൾ. കുറെ കാശ് സമ്പാദിച്ചു വെച്ചുകൊണ്ടോ, കുറെ വലിയ പൊസിഷനിൽ നിൽക്കുന്നുണ്ടോ, അങ്ങനെയൊന്നും, അതുകൊണ്ടൊന്നും നമ്മളൊന്നും ആയിട്ടില്ല. ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, കുറച്ച് ബാങ്ക് ബാലൻസ് ഉണ്ടായാലും, കഴുത്തിൽ 2 ചെയിൻ ഉണ്ടായാലും, കയ്യിലും കാലിലും ഒരു വളയുണ്ടായി, ഒരു വീടും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ എല്ലാം വലിയ സംഭവമാണെന്ന്. ഒന്നുമല്ല. ഇതൊന്നും ഒന്നും മതിയാവാത്തൊരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും പണത്തിന്റെ ബലത്തിലോ, ഒരാളുടെ ജോലിയുടെ ബലത്തിലോ, പൊസിഷന്റെ ബലത്തിലോ നമ്മൾ ഒരാളെയും നമ്മൾ എന്ത് ചെയ്യരുത്? ഞാൻ ചെയ്യാറില്ല. ഒരാളെയും നമ്മൾ വലിയ ആളായിട്ട് കാണരുത്. അവരങ്ങനെ ആയിരിക്കട്ടെ, നല്ല കാര്യം. നമ്മളാണ്, നമ്മൾ ഇങ്ങനെ ആയിരിക്കട്ടെ, അല്ലേ? നമുക്ക് എന്തുണ്ടോ അത് നമ്മളെ തേടി വരും, ഉറപ്പായിട്ടും വരും. 100% നമ്മളെ കാത്തിരിക്കും. നമുക്ക് വരേണ്ടതാണേ നമുക്ക് വരും.
നമുക്ക് വരേണ്ടതല്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ നമ്മൾ പോവരുത്. അത്രയേ ഉള്ളൂ ജിൻസി മാതാജി. ഞാൻ അതാ എപ്പോഴും നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് എന്ത് സങ്കടം ആയിക്കോട്ടെ, ഞാൻ കേട്ടോ കേട്ടില്ലേ നിങ്ങൾ നോക്കണ്ട. മഞ്ചരീസ് എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെയാണ്, കിച്ചൂട്ടൻ്റെയാണ്. ആ മഞ്ചരീസ് നമ്പർ എന്ന് പറഞ്ഞാൽ അത് കിച്ചൂട്ടൻ്റെ നമ്പറാണ്. 93 42 49 49. അത് കിച്ചൂട്ടൻ്റെ നമ്പറാണ്. നിങ്ങളിടുന്ന മെസ്സേജ് ഭഗവാൻ കേൾക്കും, ഉറപ്പായിട്ടും കേൾക്കും. അതിനുള്ള ശക്തി ഭഗവാൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അയ്യോ അമ്പിളി മാതാജി കേട്ടില്ലല്ലോ. ഇവിടെ അമ്പിളി മാതാജി എന്ന് പറഞ്ഞാൽ 0 ആണ്, ബിഗ് 0 ആണ്. നിങ്ങൾ അത് മനസ്സിലാക്കൂ. അവിടെ സാക്ഷാൽ കിച്ചൂട്ടനും രാധാറാണിയാണ് അവിടെ ഇമ്പോർട്ടന്റ്. അദ്ദേഹത്തിനോട് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ എന്തിടുക, നമ്മുടെ മെസ്സേജ് ആയിട്ടിടുക. അദ്ദേഹം കേട്ടോളൂ. ഞാൻ കേട്ടില്ല, ഞാൻ സീൻ ചെയ്യില്ല എന്നോർത്ത് വിശ്വസിക്കേണ്ട, അങ്ങനെ ചിന്തിക്കേണ്ട. അത് കേൾക്കാൻ ആര് കേൾക്കാനാണ് ഇടുന്നത്? ഭഗവാന്റെ അടുത്തേക്കാണ് നിങ്ങൾ ഇടുന്നത്. ഞാനിപ്പോൾ കേട്ടാലും ഞാൻ ഭഗവാനോടാ പറയണത്. അപ്പൊ നേരെ അത് ആരാ കേൾക്കുന്നത്? കിച്ചൂടനാ കേൾക്കുന്നത്. പലരും മെസ്സേജ്, മാതാജി കണ്ടില്ല, പക്ഷെ എൻ്റെ ആ കാര്യം നടന്നു. കാരണം ആ ഫോൺ ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ എവിടെ വെക്കുന്നത്? കിച്ചൂടനെ മുമ്പിലാണ് കൊണ്ടുവെക്കുക. ഭഗവാന്റെ മുമ്പിൽ വെക്കും ആ ഫോൺ, മഞ്ചരീസിന്റെ ഫോണ്. കാരണം അതിൽ ആരൊക്കെ മെസ്സേജ് ഇട്ടു, എൻ്റെ പൊന്ന് കിച്ചൂട്ടാ അതെല്ലാം കേട്ടോളൂ എന്ന് പറയും. ഇപ്പോൾ അത് ചില ആളുകൾ ചിന്തിക്കും, എന്താ ഇപ്പം മാതാജി ഇങ്ങനെ പറഞ്ഞാൽ? മൊബൈൽ കൊണ്ടുപോയി കിച്ചൂട്ടൻ്റെ അടുത്ത് വെക്കും, അവിടെയാണ് ഇരിക്കാറ് ആ ഫോൺ. മഞ്ചരീസിന്റെ ഫോൺ അവിടെ ഇരിക്കാറ്. അത് ഭഗവാന്റെ ഫോണാണ്. അതിൽ മെസ്സേജ് ഇടുന്നവർ ഭഗവാന്റെ ഭക്തരാണ്. എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇടുന്നവരാരും അതിലിടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തീർത്ത് തരും. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ആവലാതിപ്പെടണ്ട, വിഷമിക്കേണ്ട, കഷ്ടതപ്പെടണ്ട, മറ്റൊരാളുടെ ജീവിതമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യണ്ട. നമുക്ക് കിട്ടണം, നമ്മൾക്ക് ലഭിക്കണം എന്ന് ഭഗവാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അത് ആ ആഗ്രഹം നല്ലതാണെങ്കിൽ ഗുരുവായൂരപ്പൻ നമുക്ക് നടത്തി തരും, ഉറപ്പായിട്ടും നടത്തി തരും. പതറിപ്പോവരുത് ജീവിതത്തിൽ, മനസ്സിലായോ? എന്ത് പ്രശ്നവും വന്നോട്ടെ, നമ്മൾ സമചിത്തതയോടുകൂടി ആ പ്രശ്നത്തെ നേരിടാൻ പഠിക്കണം. ജീവിതത്തിൽ എന്ത് പ്രശ്നവും വന്നോട്ടെ അത് നേരിടണം. അവിടെയാണ് ജീവിതം വിജയിക്കപ്പെടുന്നത്. ആത്മഹത്യ ചെയ്തുകൊണ്ട് ജീവിതം ജയിക്കാൻ പോണില്ല. ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തി പോയി എന്നുള്ള വിഷമം മാക്സിമം 1 മാസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ മറ്റുള്ളവർ അവരുടെ ലൈഫ് നോക്കി പോകും. ആരും കൂടെ പോയി ചെതേ ചാടുന്നില്ല. അതൊക്കെ സതിയൊക്കെ എടുത്ത് കളഞ്ഞു. അതുകൊണ്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതെ വന്ന പ്രശ്നത്തെ വിനയത്തോടു കൂടി കൈകാര്യം ചെയ്യാം. ആർഭാട ജീവിതം ഒഴിവാക്കുക. ജീവിതത്തിൽ നിന്ന് ആർഭാടം വേണ്ട, മനസ്സിലായില്ലേ? ആർഭാടം ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് പല പല പ്രയാസങ്ങൾ മാറിക്കിട്ടും. സാമ്പത്തിക ദുരിതങ്ങൾ ഒരുപാട് തീരും. കണ്ണ് കാണുന്നതും കാത് കേട്ടതെല്ലാം വാങ്ങാൻ പോവരുത്. എൻ്റെ കയ്യിൽ ഇത്രേ പൈസയുള്ളൂ, അതുകൊണ്ട് ഞാനത് വാങ്ങുന്നു. എനിക്ക് വാങ്ങാം എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം വാങ്ങുക. മറ്റൊരാൾ 2000 രൂപയുടെ ഡ്രസ്സ് ഇട്ട് നോർത്തിട്ട് നമ്മൾ പോയിട്ട് 5000 രൂപയുടെ ഇടാൻ നിൽക്കേണ്ട. ആരോട് കോമ്പറ്റീഷൻ വേണ്ട. എനിക്കുള്ളത് ഇതാണ്, ഞാൻ ഇതേ ഇടൂ. മനസ്സിലായില്ലേ? എനിക്ക് ഇതേ ഉള്ളൂ, എന്നെ കൊണ്ട് ഇതേ പറ്റൂ, എനിക്ക് ഇടാനേ പറ്റൂ. അയ്യോ അവരങ്ങനെ വരുന്നു, അവരിങ്ങനെ വരുന്നു, ഞാൻ അങ്ങനെ പോണം, അതൊന്നും വേണ്ട. നമ്മൾ നല്ല കൃഷ്ണഭക്തരായിരിക്കുക. എപ്പോഴും ഭക്തി പ്രാക്ടീസ് ചെയ്യുക. ഭൗതിക ഉയർച്ചയെക്കുറിച്ച് ചിന്തിക്കേണ്ട. മനസ്സിലായില്ലേ? ഭൗതിക ഉയർച്ച നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ പോണില്ല, ഒന്നും നൽകാം. ആത്മീയ ഉയർച്ച നമ്മളെ എന്നെന്നും നിലനിർത്തും. ഒരു ബിൽഡിങ്ങിന്റെ ബേസ്മെന്റ് ആണ് ആത്മീയത. ബിൽഡിങ് വീണ് പോകാതെ, നമ്മുടെ ജീവിതമാകുന്ന ബിൽഡിംഗ് വീണ് പോകാതെ നമ്മളെ സംരക്ഷിക്കുന്നത് ആത്മീയതയാണ്. ബിൽഡിങ്ങിന്റെ മുകളിലാണ് ഭൗതികത നിൽക്കുന്നത്, എപ്പോൾ വേണമെങ്കിലും വീണ് പോകും. ക്ലിയർ? ഇനി പറയിക്കല്ലേ, എല്ലാം തലയിൽ വെച്ചോളൂ. ഓക്കെ? എപ്പോഴും ചിരിക്കാൻ പഠിക്കണം. ഒന്നും ഇരിക്കരുത്. എനിക്കിഷ്ടമല്ല അങ്ങനെ ഇരിക്കുന്നത്, ഒരിക്കലും ഇഷ്ടമല്ല. ചിരിച്ചുകൊണ്ടിരിക്കണം. മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റില്ല പിന്നെ എന്തിനാ ജീവിക്കണേ? അയ്യോ കൃഷ്ണ നാരായണ, എനിക്കത് വരൂല. മനസ്സ് തുറന്ന് ചിരിക്കാൻ പഠിക്കുക. ചിരിക്കാൻ പറ്റില്ല പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കണേ? കിടന്നുറങ്ങും, നല്ല ഡീപ്പ് സ്ലീപ്പായിട്ട് ഉറങ്ങാൻ സാധിക്കണം, നല്ല ഫ്രഷ് ആയിട്ട് എഴുന്നേക്കാൻ സാധിക്കണം. അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ടെൻഷൻ അടിച്ച് ടെൻഷൻ. നാളെ വരട്ടുന്ന പ്രശ്നങ്ങൾ നാളെ ഫേസ് ചെയ്യാമെന്ന്. ഇന്ന് രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. മനസ്സിലാവുന്നുണ്ടോ? നല്ലോണം ഭക്ഷണം കഴിക്കുമ്പോൾ രുചിയറിഞ്ഞ് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ്? അതൊരു നല്ല മാങ്ങാ ചമ്മന്തിയും ചോറും ആണെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് കഴിക്കാൻ പഠിക്കണം. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി അറിയുന്നില്ല, കിടന്നുറങ്ങിയിട്ട് ഉറക്കം വരുന്നില്ല, ഭഗവാനെ വിളിക്കുമ്പോൾ മനസ്സ് പല പല ചിന്തകളിൽ പോകുന്നു. ഇത്രയും പറ്റിയില്ലേ പിന്നെ എന്തിനാ ഒരു മനുഷ്യൻ ജീവിക്കണേ? മനസ്സിലായോ? നല്ല ഹാപ്പി ആയിട്ട് സൂപ്പറായിട്ട് ജീവിക്കാൻ പഠിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ദേ എൻ്റെ മോൻ മീശയൊക്കെ എടുത്തു വന്നിരിക്കുന്നു. ആകെ ഉണ്ടായതൊരു കുഞ്ഞു മീശ, അപ്പൊ അവൻ അതും എടുത്തു. ഇതെന്തിനാ? അത് ഇതെന്തിനാ എടുത്തേ? ഇവിടെ വാ, കൂടെ നോക്കട്ടെ നോക്കട്ടെ കുഞ്ഞാ. അജയെ കൊള്ളില്ല. ഭംഗിണ്ട് പോയി കുളിക്ക്.
അവൻ ട്രെയിനിങ് എല്ലാം കൊടുത്ത് വന്നതാ. വരുമ്പോൾ ആകേണ്ടത് ഒരു വരമ്പ് പോലൊരു സാധനം. അപ്പം അതും പോയി. എന്തോ ആട്ടെ. ഞാൻ ഇന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ, പ്രഭുജി എന്തിനാ മമ്മി ഇങ്ങനെ മീശയൊക്കെ എടുത്ത് താടിയൊക്കെ എടുത്ത് മുട്ടയൊക്കെ അടിച്ച് ഇസ്കോൺ അറിയാം. ഞാൻ പറഞ്ഞു അതൊരു നീറ്റ്നെസ്സിൻ്റെ ഭാഗമാടാന്ന് പറഞ്ഞു. പോയിട്ട് മീശ എടുത്ത് വന്നിരിക്കണം. നാരായണ നാരായണ. ശരി, എന്തോ ആട്ടെ, നല്ല കാര്യം, അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പഠിക്കേണ്ടത് പൂർണ്ണഹ. അടുത്തത് പൂർണ്ണഹ. പൂർണ്ണഹ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സകല കാമങ്ങളാലും സകല ശക്തികളാലും സമ്പന്നമാണ് ഭഗവാൻ. ഇനിയോ പൂരയിധ. പൂരയിധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും സമ്പത്തുകൾ കൊണ്ട് പൂർണ്ണരാക്കുന്നവൻ. ഇനി ഇതിൽ കൂടുതൽ എന്താ കേൾക്കണ്ടല്ലേ? ഭഗവാൻ സർവസമ്പത്തും നമുക്ക് നൽകും. മനസ്സിലായോ? വീടില്ല, ലോണുണ്ട്, വീട് പൊളിയാൻ പോണു, വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ വന്നു, ജോലിയില്ല, ഇതൊന്നും ചിന്തിക്കേണ്ട. ഭഗവാൻ തരും. ഉറപ്പായിട്ടും ഗുരുവായൂരപ്പൻ തരും. പേടിക്കണ്ട. ഭഗവാനെ നോക്കി നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടോ? നാരായണ നാരായണ. പോ മാതാജി. ഞാൻ എപ്പോഴും പറയേ, ഈ ശാന്തി മാതാജി എന്നെ കളിയാക്കുന്നു കണ്ടോ. എപ്പോഴും ഞാനിത് പറയും. ആ വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം മാതാജിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എന്തോ നടന്നിരിക്കണേ എന്നുള്ളത്. അതിന് ഞാൻ പറയില്ല അങ്ങനെ നാരായണ നാരായണ എന്നിങ്ങനെ. ശാന്തി മാതാജി അറിയും, മാതാജി നാരദന്റെ ജന്മമാണെന്നൊക്കെ എന്നോട് പലപ്പോഴും. എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ബിന്ദുമ്മയോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്തൊക്കെ ചെയ്യല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ നല്ല ഭംഗിയുണ്ട്, കൊള്ളാം, പുള്ളി മീശൊക്കെ അടിച്ച് ഇങ്ങനെയൊക്കെ കാണിക്കണ്ട എൻ്റെ മുമ്പിൽ. ഇനി ഇവിടെ പിരിക്കാനൊന്നും ഇല്ല. അപ്പൊ കൊള്ളാം കൊള്ളാം, പോയി കുളിക്കും മക്കള്. അപ്പൊ ഞാൻ പറയും നാരായണ നാരായണ എന്ന് പറയും. അതിനാണ് മാതാജി അങ്ങനെ പറഞ്ഞത്. ഹരേ കൃഷ്ണ. അപ്പോ പൂരയിധ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സമ്പത്തുകൾ കൊണ്ട് ഭഗവാൻ പൂർണ്ണമാക്കും. മനസ്സിലായി? എല്ലാവരുടെ ദാരിദ്ര്യവും ഭഗവാൻ മാറ്റും. കാരണം എന്താ അറിയോ? കൃഷ്ണന്റെ വക്ഷസ്ഥാനത്താണ് ലക്ഷ്മി ദേവി ഉള്ളത്. നമ്മൾ ലക്ഷ്മി ദേവിയുടെ പിന്നാലെ പോണ്ട. ഭഗവാന്റെ അടുത്ത് തന്നെ എന്താവും? ഭഗവാന്റെ അടുത്ത് തന്നെ ലക്ഷ്മി ദേവി ഉണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തതേ, കഴിഞ്ഞ മാതൃദിനം വന്നപ്പോ എൻ്റെ സഞ്ജു എനിക്കൊരു ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ആണ്, ശാന്തി മാതാജിക്ക് ഓർമ്മയുണ്ടോ, പഴനിയിൽ വെച്ചിട്ട് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ആണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാതൃദിനം, ലാസ്റ്റ് മദേഴ്സ് ഡേക്ക്. ഇപ്പോ അത് ഇവിടെ ഉണ്ട് മാതാജി. സഞ്ജുവേ, ദേ ശാന്തി മാതാജി വിളിക്കുന്നു, നിന്റെ ഫേസ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കാണിക്കാന്ന് ശാന്തി ആൻറ്റിയോട്, പിന്നെ കാണിക്കാന്ന്. ഇപ്പൊ ലൈവിൽ കാണിക്കാൻ പുള്ളിക്ക് നാണം. അപ്പോ ഞാൻ ഈ ഫോട്ടോ കുറേ ദിവസം മാതാജി കണ്ടില്ലേ, നമ്മുടെ ബുക്സ് വെച്ചതിൻ്റെ അടുത്ത് വെച്ചു. പിന്നെ ഞാൻ കൊണ്ട് ഈ ബാലാജിയുടെ അടുത്ത് വെച്ചേ. ഇപ്പോഴും ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, കറക്റ്റായ സ്ഥലത്താണ് ഇരിക്കുന്നത് കേട്ടോ. നോക്കിക്കേ, സി കണ്ടോ, കാണുന്നുണ്ടോ? രണ്ടാളും ചേർന്നിരിക്കുന്നത് കണ്ടോ? ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഭഗവാന്റെ അടുത്ത് തന്നെ ലക്ഷ്മി തിരുപ്പതി ബാലാജി കുറേ നാളെ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഇപ്പൊ ലക്ഷ്മി ദേവിയും കൂടി വന്നപ്പോൾ ആള് ഹാപ്പി ആയി അല്ലേ മാതാജി? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ. സത്യത്തില് ഞാൻ അങ്ങനെ ഒരു ഇതില് ചിന്തിച്ചിട്ടൊന്നും വെച്ചതല്ല. ഞാൻ അങ്ങനെ വെച്ചതാ. ഭഗവാൻ ദേവിനെ ഇവിടെ വെക്കുക, അവിടെ വെക്കുക, അങ്ങനെ. ഇവിടെ എപ്പോഴും ഒരു കൃഷ്ണമയാണ്. നമ്മുടെ വീട്ടിൽ കുറേ കൃഷ്ണമയമാണ്, എല്ലായിടത്തും കൃഷ്ണ. ഞാനിങ്ങനെ വെച്ചപ്പോൾ ഇപ്പം ഈ വേർഡ് പറഞ്ഞപ്പോഴേ ഓർത്ത്, ഈ കറക്റ്റാണോ, ഞാൻ ബാലാജിയുടെ ഫോട്ടോൻ്റെ തൊട്ടടുത്ത ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വെച്ചെന്ന്. ഓക്കെ, എന്തോ ഭഗവാന്റെ അനുഗ്രഹം, അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ എല്ലാവരെയും സമ്പത്തുകൾ കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യും? പൂർണ്ണരാക്കും. കാരണം ഭഗവാന്റെ വക്ഷസ്ഥാനത്ത് ലക്ഷ്മി ദേവി ഉണ്ട്. നമ്മൾ ലക്ഷ്മി ദേവിയുടെ അടുത്തേക്ക് പോവേ വേണ്ട, ഭഗവാന്റെ നാമം ചൊല്ലിയാൽ മതി, ദേവി ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് വരും. ഓക്കെ. പിന്നെ ദേ പ്രസന്നാമ്മയും ചോദിക്കുന്നുണ്ട് കേട്ടോ, സഞ്ജുമോനെ കാണണോന്ന്. മുത്തശ്ശീന്നാ പറയാ പ്രസന്നാമ്മനെ. എന്നിട്ട് എന്നോട് പറയും, പോ മമ്മി മുത്തശ്ശീന്നൊന്നും വിളിക്കണ്ട, പ്രസന്നാമ്മയ്ക്ക് അത്ര ഏജ് ഒന്നും തോന്നുന്നില്ല, ആൻറ്റീന്ന് വിളിച്ചാൽ മതിയല്ലേ, ചേച്ചീന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ. അവരൊക്കെ വലിയ കൂട്ടാ സഞ്ജു ആയിട്ട്. ഞങ്ങളുടെ കൂടെ യാത്രയ്ക്കൊക്കെ വരിക സഞ്ജു. ഇവരൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടാ. ശാന്തി ആൻറ്റി, പ്രസന്നാമ്മ, ജയന്തി അമ്മമ്മ, ജയന്തി അമ്മയുടെ ഹസ്ബൻഡ് ഉണ്ട് ശങ്കരപ്പ, അപ്പയെ വിളിക്കുന്ന അപ്പൂപ്പാന്നാ. സിനി മാതാജിയും അതുപോലെ. സിനി മാതാജി ബനിയനൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അത് പുള്ളി അങ്ങ് വല്ല നിധി കൊണ്ടുനടക്കുന്ന പോലെ കൊണ്ടുനടക്കുന്നുണ്ട്. ഓണത്തിന് ഇത് സിനിയമ്മ വാങ്ങിച്ചതാണെന്നും പറഞ്ഞിട്ട്. അതുപോലെ അമർ, അയ്യോ രക്ഷയില്ല.
അമറിന് എന്നാ ചെന്നൈക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുക. അമർ മാമ വന്നെങ്കിൽ എനിക്കൊരു കൂട്ടായെന്ന്. അവർ കോഴിക്കോട്ടുകാരാണല്ലോ, അവർ ഭയങ്കര ക്ലോസാണ്. അങ്ങനെ കുറേ പേരെ അറിയാം പുള്ളിക്ക്. മഞ്ജരി സുധിയെ അറിയാം. സുധിമാമനെ വീഡിയോ കോൾ വിളിക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ വേഗം സുധിമാമനായിട്ട് കൂട്ടാണ്. അങ്ങനെ കുറേ പേരെ പുള്ളിക്ക് നല്ല പിടുത്തമുണ്ട് മഞ്ജരീസിൽ. പിന്നെ ഇവിടെ പറയുന്നത് പുണ്യഹ. പുണ്യഹ എന്ന് പറഞ്ഞാൽ ശ്രവണമാത്രം കൊണ്ട് സകല പാപങ്ങളെയും ക്ഷയിപ്പിക്കുന്നവൻ. ആലോചിച്ച് നോക്ക്, ശ്രവണമാത്രം കൊണ്ട് സകല പാപങ്ങളെയും ക്ഷയിപ്പിക്കും. ഒരു നിമിഷം മതി നമ്മുടെ ജീവിതത്തിൽ ഒരു പാപം ഉണ്ടെങ്കിൽ ഭഗവാൻ ഇല്ലാണ്ടാക്കാൻ. അറിയോ, മനസ്സുകൊണ്ട് നമ്മൾ ഭഗവാനെ അങ്ങോട്ടേക്ക് കൃഷ്ണ നാരായണ എന്നൊന്ന് വിളിച്ചാല് കേൾക്കേണ്ട താമസം ഭഗവാൻ ആ വിളി കേൾക്കും. നമ്മളിപ്പോൾ വിചാരിക്കും ഞാൻ എത്ര വിളിച്ചിട്ട് എൻ്റെ ഈ പ്രശ്നം തീരുന്നില്ല എന്ന്. തീരും, ഉറപ്പായിട്ടും തീരും. അതിന് ഭഗവാൻ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഭഗവാൻ ഉറപ്പായിട്ട് അത് തീർത്തരും. അപ്പോൾ നിമിഷം മാത്രം കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യും? നമ്മുടെ പാപങ്ങളെയെല്ലാം ഇല്ലാതാക്കും. അതുകൊണ്ടാണ് ഭഗവാനെ പുണ്യഹ എന്ന് വിളിക്കുന്നത്. പുണ്യകീർത്തി. പുണ്യകീർത്തി എന്ന് പറഞ്ഞാൽ പുണ്യരൂപമായിരിക്കുന്ന കീർത്തിയോട് കൂടിയവൻ. ഭഗവാന്റെ രൂപം പുണ്യമാണ് അല്ലേ? പുണ്യരൂപമായിരിക്കുന്ന ആ രൂപം കൊണ്ടാണ് ഭഗവാനെ കീർത്തി. ഭഗവാൻ ഇപ്പൊ രാക്ഷസനെ കൊന്നാലും നമ്മൾ ഭഗവാനേന്നാ വിളിക്കുന്നില്ല, കൊലപാതകീന്ന് വിളിക്കുന്നില്ല അല്ലെ? ഭഗവാൻ ചെയ്യുന്നതിലൊരു ധർമ്മമുണ്ട്. ഭഗവാൻ എവിടെയും നമുക്ക് നെഗറ്റീവ് പറയാനില്ല. ഒരു സ്ഥലത്തും വെണ്ണ മോഷ്ടിച്ചു, ബ്രഹ്മദേവനായിട്ട് വട്ട് കളിപ്പിച്ചു, എന്തെല്ലാം ഗോപികമാരായിട്ട് അങ്ങനെ വട്ട് കളിപ്പിച്ചിട്ടുണ്ട്. യശോദാമനെ പിന്നെ പറയണ്ട, ഭക്തരെ ഇട്ടിട്ട് ഭഗവാൻ ഓടിച്ച് കളിച്ച് രസിപ്പിക്കും. എന്നാലും നമുക്ക് ഭഗവാനോട് വെറുപ്പ് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തൊരു ഭഗവാൻ, അത് എനിക്ക് ഇഷ്ടമില്ല എന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ല. ഭഗവാന്റെ എല്ലാ ലീലകളും നമ്മൾ ആസ്വദിക്കും. എത്ര മനോഹരമായിട്ടാണ് നമ്മൾ ആസ്വദിക്കുക ആ ലീലകളൊക്കെ. എന്തെല്ലാം ലീലകളാണ് ആടിക്കൊണ്ടിരിക്കണത്. എന്നിട്ട് വീണ്ടും വീണ്ടും ലീല കാണാനാ ഭഗവാനോട് പറയാം. അവസാനം കൂറുരമ പിടിച്ച് കളത്തിലും കൂട്ടിയിട്ട് എന്നിട്ടുണ്ടോ അടങ്ങിയിരിക്കണത്? എന്നിട്ടും അടങ്ങി. വില്ലമംഗലം വന്നപ്പോഴത്തേക്ക് ആ പാവത്തിനെ ഇട്ടിട്ട് ഓടിപ്പിച്ചു. പൂന്താനം തിരുമേനിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൂട്ടിയ പ്രശ്നങ്ങൾ അത് ചിന്തിക്കാൻ പറ്റൂല. മേൽപ്പത്തൂരിനോട് എന്തെല്ലാം കാണിച്ചു. അങ്ങനെ എന്തെല്ലാം ഭഗവാൻ ലീലകളാടുന്നു. ഈ ലീലകളെല്ലാം നമ്മൾ ആസ്വദിക്കുന്നില്ലേ? എവിടെയും നമുക്ക് ഭഗവാൻ ഒരു കുറ്റം പറയാൻ തോന്നില്ല, ഒരു കുറവ് പറയാൻ തോന്നില്ല അല്ലേ? ഭഗവാന്റെ ലീലകൾ ഇനിയും കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. രണ്ട് മരത്തിന്റെ ഇടയിൽ കൊണ്ടേ കെട്ടിയിട്ടിടും ഒരലിന്റെ മുള. ആ മരത്തിനെയും പറിച്ചുകൊണ്ട് ഭഗവാൻ പോയി. അങ്ങനെ എന്തെല്ലാം ലീലകൾ ഏതെല്ലാം നിമിഷങ്ങളിൽ അദ്ദേഹം ആടിക്കൊണ്ടിരിക്കുന്നു. ആ ലീലകളൊന്നും നമ്മളെ വെറുപ്പിക്കുന്നില്ല, സന്തോഷത്തോടെ നമ്മൾ ആസ്വദിക്കുന്നു അല്ലേ? അങ്ങനെ പുണ്യരൂപമായിരിക്കുന്ന കീർത്തിയോട് കൂടിയിരിക്കുന്നവരാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ പുണ്യകീർത്തിഹ എന്ന് വിളിക്കുന്നത്. പിന്നെയോ അനാമയഹ. അനാമയഹ എന്ന് പറഞ്ഞാൽ യാതൊരു വിധമായിരിക്കുന്ന വ്യാധികളാലും പീഡിപ്പിക്കപ്പെടാത്തവൻ. ഭഗവാൻ ഒരു രോഗം വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യാധികൾ ഭഗവാനെ ബുദ്ധിമുട്ടിപ്പിക്കുകയോ? ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കില്ല. സമസ്തവും ഭഗവാൻ എന്താണ്? പോസിറ്റീവാണ്. നമ്മൾ നല്ല സ്മെല്ലുള്ള ഒരു സ്ഥലത്തേക്ക് പോയാൽ നമ്മളത് ആസ്വദിച്ച് ആ സ്മെല്ലോടുകൂടി നമ്മൾ തിരിച്ചു വരും അല്ലേ? നല്ല സമാധാനം കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയാൽ നമ്മൾ നല്ല മനസ്സമാധാനത്തോടെ തിരിച്ചു വരും. അപ്പൊ അതേപോലെ എപ്പോഴും പോസിറ്റീവായിരിക്കുന്ന ഭഗവാനോട് കൂടി ചേരുമ്പം നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ തിരിച്ചു വരും. ആ സാത്വികതയിൽ തന്നെ നമ്മൾ നിലനിൽക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാനെ എപ്പോഴും ചേർത്ത് പിടിക്കാൻ പറയുന്നത്. നാമങ്ങൾ കൊണ്ടേ ഭഗവാനെ ചേർത്ത് പിടിക്കാൻ പറ്റും, അല്ലാണ്ട് ചേർത്ത് പിടിക്കാൻ കഴിയില്ല. ഭഗവാനെ കിട്ടണമെങ്കിൽ എപ്പോഴും നാമസങ്കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുക, ഭക്ത കൂട്ടായ്മയിൽ ഒരുമിച്ച് നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് മഞ്ജരീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകൂ, മഞ്ജരീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകൂ. എന്തിനാ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന സകല കാര്യങ്ങളും ഭക്തിമയമായ കാര്യങ്ങളാണ്. അല്ലാത്തൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യുന്ന ജോലി എന്താണെന്ന് പലർക്കും അറിയാത്തത് കൊണ്ട് ഡബ്ബിങ്ങിന്റെ വീഡിയോ ഒക്കെ എടുത്തിടും, അല്ലാണ്ട് വേറെ ഒന്നും ഇടാറില്ല. അത് വല്ലപ്പോഴും ഞാൻ ചെയ്യാറ്, അല്ലെങ്കിൽ ചെയ്യാറില്ല. നമ്മുടെ മഞ്ജരീസുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നത് ഭഗവത്മയമായിരിക്കുന്ന കാര്യങ്ങളാണ്. ക്ഷേത്രമഞ്ജരി, ജ്ഞാനമഞ്ജരി, അതുപോലെ ഗുരുമഞ്ജരി, ദേവമഞ്ജരി, മഹാത്മ്യമഞ്ജരി, ഗാനാർച്ചന, എന്തെല്ലാം നല്ല നല്ല ഭക്തിമയമായ കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് വായിച്ചാൽ തീരില്ല, അത്രയും കിട്ടുന്നുണ്ട്. ഉച്ചപൂജ, അലങ്കാരം, ഭഗവാന്റെ ഹാരസമർപ്പണം, നല്ല നല്ല കഥകൾ സമയം കിട്ടുമ്പോൾ ഞാൻ ഇടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്മിൻസ് ഒള്ളിയാണ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാത്രമേ ഇടൂ. അപ്പൊ ഇതെല്ലാം വായിക്കാൻ അതിൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ട് അല്ലെ? അതെല്ലാം വായിക്കുക, ഭഗവത് ചിന്തകളോട് കൂടി ദിവസം മുന്നോട്ട് കൊണ്ടുപോട്ടെ. അല്ലാതെ കുറെ അനാവശ്യമായ റീൽസ് കണ്ടിട്ടൊന്നും സമയം കളയരുത്. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് സ്തവ്യാ സ്തവപ്രിയ, സ്തോത്രം സ്തുതിഹ സ്തോധാരണപ്രിയ, പൂർണ്ണഹ പൂരയിത പുണ്യഹ പുണ്യകീർത്തിരനാമയ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാല് എല്ലാവരാലും സ്തുതിക്കപ്പെടുകയും ആരുടെയും സ്തോതാവല്ലാതിരിക്കുകയും ചെയ്യുന്ന, സ്തുതി ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, യാതൊന്നിനാൽ സ്തുതിക്കുന്നുവോ ആ വാക്ക് പോലെ തന്നെ രൂപമായിരിക്കുന്ന,
സ്തുതിക്കുക എന്ന ആ ക്രിയയുടെ നാമരൂപമേ ആയിരിക്കുന്ന സർവസ്വരൂപനായിരിക്കുന്നതിനാൽ സ്തുതി ചെയ്യുന്നവനെയും ഭഗവാൻ തന്നെ, അതായത് ഭഗവാനെ തന്നെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സ്തുതി എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാനാണ്. അങ്ങനെ ഇരിക്കുന്ന രണം ഇഷ്ടപ്പെടുന്ന സകല കാമങ്ങളാലും സകല ശക്തികളാലും സമ്പന്നമായിരിക്കുന്ന എല്ലാവരെയും സമ്പത്തുകൾ കൊണ്ട് പൂർണ്ണമാക്കി തരുന്ന, കേൾക്കുന്ന നിമിഷം കൊണ്ട് സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്ന, പുണ്യരൂപത്തോടുകൂടി പേരെടുത്തിരിക്കുന്ന, കീർത്തിയെടുത്തിരിക്കുന്ന, യാതൊരു വിധമായിരിക്കുന്ന വ്യാധികളാലും പീഡിപ്പിക്കപ്പെടാതിരിക്കുന്ന ആ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. മനസ്സിലായോ? ആ 73-ാമത്തെ ശ്ലോകം 74-ാമത്തെ ശ്ലോകം കൂടി എടുത്ത് ഞാൻ വൈൻഡപ്പ് ചെയ്യും. ഇന്ന് 2 ശ്ലോകമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, നാളെ മറ്റു കഥകളൊന്നുമില്ല. 1 മാസത്തേക്കുള്ള മോട്ടിവേഷൻ ഞാൻ തന്നിട്ടുണ്ട്. നാളെ ഇത് മാത്രം, വിഷ്ണു സഹസ്രനാമം മാത്രം കേട്ടോ. അപ്പോൾ നമുക്ക് 1 ശ്ലോകം കൂടി എടുത്തിട്ട് പോവാം. ഇനി എന്താ 1 ശ്ലോകം എന്ന് വെച്ച് കഴിഞ്ഞാല് മനോജവസ്തീർത്ഥകരോ മനോജവസ്തീർത്ഥകരോ വസുരേധ വസുരേധ വസുപ്രദഃ വസുപ്രദോ വാസുദേവോ വസുർവസുമനാഹവിഹ മനോജവസ്തീർത്ഥകരോ മനോജ മനോജ വസ് 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 മനോജവസ് തീർത്ഥ മനോജവസ് തീർത്ഥ. ഇത് ഈ ലൈൻ വായിക്കാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു കേട്ടോ. മനോജവസ് തീർത്ഥ കരോ കരോ. അപ്പോ കൂട്ടി വായിക്കുമ്പോ മനോജവസ് മനോജവസ് തീർത്ഥകരോ മനോജവസ് തീർത്ഥകരോ. ഈ വേർഡ് കിട്ടാത്തവർക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. വസുരേധ വസുരേധ വസുപ്രദഃ വസുപ്രദഃ വസുപ്രദോ വസുപ്രദോ വാസുദേവോ വാസുദേവോ വസുർവ വസുർവ സുമന വസു എർ വസുർ വ വസുർവ സുമന. കൂട്ടി വായിക്കുമ്പോ വസുർവ സുമന വസുർവ സുമന ഹവി ഹ. 2 കുത്തു വന്നാൽ ഹ. ഹവി ഹ. ക്ലിയർ? കിട്ടിയില്ലേ? മനോജവസ് തീർത്ഥകരോ വസുരേധ വസുപ്രദഃ വസുപ്രദോ വാസുദേവോ വസുർവസുമനാ ഹവിഹ. ക്ലിയർ? വായിക്കാൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി കിട്ടിയില്ലെങ്കിൽ മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടും. മെസ്സേജ് നോക്കുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോജവ മനോജവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ വേഗം പോലെയുള്ള വേഗത്തോടു കൂടിയവൻ. മനസ്സിലങ്ങോട്ട് ചിന്തിച്ച് കൂട്ടുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഒരു കാര്യം കേട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചിന്തിച്ച് 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 കാട് കയറുക നമ്മള്. അപ്പൊ അതിനേക്കാൾ സ്പീഡുണ്ട് എന്ത്? ഭഗവാന്റെ പ്രവർത്തനങ്ങൾക്ക്. മനസ്സിന്റെ വേഗം പോലെയുള്ള വേഗത്തോടു കൂടിയവൻ, അതിനേക്കാൾ സ്പീഡാണ്. മനസ്സിന്റെ വേഗതയിനേക്കാളും സ്പീഡാണ് ഭഗവാന്റെ കാര്യങ്ങൾ. ഭഗവാൻ പ്രവർത്തിക്കുന്നത് അത്രയും സ്പീഡിലാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ ഒരു കാര്യം പ്രാർത്ഥിച്ചും നടന്നില്ല എന്ന്. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ 10,000 കാര്യങ്ങൾ ഭഗവാൻ മുന്നോട്ട് നടത്തി വെക്കുന്നുണ്ട്. മനസ്സിലാണ്ടോ? അപ്പോൾ മനസ്സിന്റെ വേഗതയേക്കാൾ വേഗം കൂടിയവനാണ് ആര്? ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ മനോജവ എന്ന് പറയുന്നത്. ഇനോ തീർത്ഥകരഹ. തീർത്ഥകരഹ എന്ന് പറഞ്ഞാൽ 14 വിദ്യകളുടെയും വേദബാഹ്യങ്ങളായിരിക്കുന്ന വിദ്യകളുടെയും, അതായത് 14 വിദ്യകളുണ്ട്. ഈ 14 വിദ്യകളുടെയും വേദസംബന്ധമായിരിക്കുന്ന വിദ്യകളുണ്ട്. ആ വിദ്യകളുടെയും സിദ്ധാന്തങ്ങളുടെയും കർത്താവ് ആരാണ്? ഭഗവാനാണ്. അതായത് സകല വേദാദി ഗ്രന്ഥങ്ങളുടെയും എല്ലാത്തിൻ്റെയും ഓണർ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. ഓക്കെ, എല്ലാത്തിൻ്റെയും ഓണർ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. പിന്നെയോ അതിൻ്റെ വക്താവും ഭഗവാനാണ്. തീർത്ഥം എന്ന് പറഞ്ഞാൽ വിദ്യ എന്നാണ് അർത്ഥം. ഓക്കെ, അങ്ങനെ എല്ലാ അറിവിൻ്റെയും ഗ്രന്ഥങ്ങളാവട്ടെ, ശാസ്ത്രങ്ങളാവട്ടെ, ഉപനിഷത്തുകളാവട്ടെ, എന്തും ആവട്ടെ, എല്ലാത്തിൻ്റെയും
എല്ലാത്തിൻ്റെയും വക്താവ് എന്ന് പറയുന്നത് ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ തീർത്ഥകരഹ എന്ന് പറഞ്ഞത്. തീർത്ഥ എന്ന് പറഞ്ഞാൽ വിദ്യ എന്നർത്ഥം. ഒരു വാക്കിന് പല പല അർത്ഥങ്ങളുണ്ട് കേട്ടോ. തീർത്ഥം എന്ന് പറഞ്ഞാൽ പുണ്യാഹം എന്നർത്ഥമുണ്ട്, തീർത്ഥ എന്ന് പറഞ്ഞാൽ വിദ്യ എന്നർത്ഥമുണ്ട്. അങ്ങനെ ഒരു വായിക്കാൻ കിട്ടി, സൂപ്പർ വിജയമ്മ. അപ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ തീർത്ഥകരഹ എന്ന് പറഞ്ഞാൽ സകല വിദ്യകളുടെയും ഓണർ, കർത്താവ്, വക്താവ് എല്ലാം ഭഗവാൻ തന്നെ. ക്ലിയർ? അതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഭഗവാനെ തീർത്ഥകരഹ എന്ന് പറഞ്ഞത്. മനോജവ തീർത്ഥകരഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ വേഗതയേക്കാൾ കൂടുതലാണ് ഭഗവാന്റെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണ് ഭഗവാനെ മനോജവഹ എന്ന് പറയുന്നത്. മനസ്സിനേക്കാൾ വേഗതയുള്ള എല്ലാ വിദ്യകളുടെയും വക്താവ് അല്ലെങ്കിൽ എല്ലാ വിദ്യകളുടെയും കർത്താവ് അത് ഭഗവാനാണ്, ഓണർ ഭഗവാനാണ്. അതാണ് ആ ഒരൊറ്റ വാക്കിന്റെ അർത്ഥം. മനോജവസ്തീർത്ഥകരോ, മനോജവസ്തീർത്ഥകരോ എന്ന് പറഞ്ഞാൽ മനസ്സിനേക്കാൾ വേഗതയുണ്ട് ഭഗവാന്. എല്ലാ അറിവിന്റെയും ഓണർ ഭഗവാനാണ്, ഉടമസ്ഥൻ ഭഗവാനാണ്. ഇത്രയുള്ള ആ വാക്ക്, സിമ്പിളാണ്. ഇനിയോ വസുരേദഹ. വസുരേദഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസു എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സ്വർണം എന്നർത്ഥം. വസു എന്നാൽ സ്വർണം. അപ്പോ ആ സ്വർണത്തേക്കാൾ തേജസ് ഉണ്ട് ഭഗവാന്. വസുരേദഹ, സ്വർണം രേധസായിരിക്കുന്നവൻ. സ്വർണം വജ്രം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും, അതിനേക്കാളൊക്കെ മുകളിലാണ് ഭഗവാൻ. അതിനേക്കാളൊക്കെ മുകളിലാണ് ഭഗവാൻ. പിന്നെയോ വസുപ്രദഹ. വസുപ്രദഹ, വസുപ്രദഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധനം സന്തോഷത്തോടു കൂടി പ്രദാനം ചെയ്യുന്നവൻ. ഭഗവാൻ നമുക്ക് ധനം തരാൻ ഇഷ്ടപ്പെടുന്നതിനാൽ സന്തോഷത്തോടെ ഭഗവാൻ തരും. ഓ, നിന്റെ കണ്ണീരും കഷ്ടപ്പാടും കണ്ടിട്ട് എന്നാ പിടിച്ചോ കൊണ്ടൊക്കോ എന്ന് ഭഗവാൻ പറയില്ല. സന്തോഷത്തോടെ ഭഗവാൻ നമുക്ക് തരും. നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ മാത്രമല്ല ഭഗവാൻ നമ്മളിൽ പ്രസാദിക്കുക, നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം പ്രസാദിക്കും. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, ഭഗവാനെ എന്ന് സ്നേഹത്തോടെ ഭഗവാനെ വിളിച്ചു നോക്ക്. കൂടെ ഇങ്ങ് പോരും. ഒരു പിഞ്ച് കുഞ്ഞ് വരുന്നത് പോലെ വരും. സീരിയസ്ലി ഇങ്ങ് വരും. ആ വിളി സ്നേഹത്തോടെ ആയിരിക്കണം. നല്ല എന്താ പറയുക, സോഫ്റ്റ് ആയിട്ട് ഇഷ്ടത്തോടെ ഭഗവാനെ അങ്ങ് മനസ്സ് തുറന്നങ്ങ് വിളിക്കണം. എൻ്റെ പൊന്ന് കൃഷ്ണാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അലിഞ്ഞിങ്ങ് വരും. വെണ്ണ അലിയുന്ന പോലെ അലിയും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഗുരുവായൂരപ്പനോടുള്ള ബന്ധം. ആ ഗുരുവായൂരപ്പനെ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഗുരുവായൂരപ്പൻ നമ്മളെ കൂടെ അങ്ങ് നമ്മളിൽ അങ്ങ് ലയിച്ചിരിക്കുന്ന പറയണത്. അപ്പോൾ ധനം സന്തോഷത്തോടെ ഭഗവാൻ പ്രദാനം ചെയ്യും. പിന്നെയോ അതുകൊണ്ടാണ് വസുപ്രദഹ എന്ന് പറയുന്നത്. പിന്നെ വസുപ്രദഹ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ പറയുന്നുണ്ട് വസുപ്രധോ എന്ന് വിളിക്കുന്നുണ്ട്. വസുപ്രധോ വാസുദേവോ വസുർവസുമനാഹവിഹ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതില് ആദ്യത്തെ വസുപ്രദ എന്ന് പറഞ്ഞാൽ ധനം സന്തോഷത്തോടെ പ്രദാനം ചെയ്യുന്ന. രണ്ടാമത്തെ വസുപ്രദ എന്ന് പറഞ്ഞാൽ ഭക്തന്മാർക്ക് സർവോത്കൃഷ്ടമായിരിക്കുന്ന മോക്ഷമാകുന്ന ഫലത്തെ പ്രദാനം ചെയ്യുന്നവൻ. ഭക്തര് നമ്മൾ ഭക്തരാ നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് കുറെ പോരായ്മകൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഭക്തിയിൽ ഉയരാൻ ശ്രമിക്കുന്ന നമ്മളെ പോലെയുള്ള വ്യക്തികൾക്കും ഭക്തരായി മാറിയിരിക്കുന്നവർക്കും മോക്ഷം നൽകുന്നത് ആരാണ്? ഭഗവാനാണ്. അത് ഇവിടെ സർവോത്കൃഷ്ടമായിരിക്കുന്ന മോക്ഷമാകുന്ന ഫലം സർവോത്കൃഷ്ടമാണ്. നമ്മളെ ജീവിതത്തിലൊക്കെ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദങ്ങളിൽ ലയിച്ചാൽ മതിയേ, അത് മതി. അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലം വരെ സമാധാനത്തോടെ ജീവിക്കാനുള്ള ധനം സന്തോഷത്തോടു കൂടി നൽകുകയും ജീവിച്ച് മരിച്ചതിന് ശേഷം നമുക്ക് മോക്ഷത്തെ നൽകുകയും ചെയ്യുന്ന ആരാണ്? ഭഗവാനാണ്. അപ്പോൾ ആ ഭക്തന്മാർക്ക് സർവോത്കൃഷ്ടമായിരിക്കുന്ന, എല്ലാത്തിലും വെച്ച് ഉയർന്ന ഉത്കൃഷ്ടമായിരിക്കുന്ന മോക്ഷമാകുന്ന ഫലം അത് പ്രദാനം ചെയ്യുന്ന ആരാണ്? ഗുരുവായൂരപ്പനാണ്. അതുകൊണ്ടാണ് ആ ഗുരുവായൂരപ്പനെ നമ്മൾ വസുപ്രദഹ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇനി വാസുദേവഹ. വസുപ്രധോ വാസുദേവോ വസുർവസുമനാഹവി. അങ്ങനെയാണ് ആ ഒരു ലൈൻ തീരുന്നത്. ലാസ്റ്റ് ലൈനാണേ. അപ്പൊ അതില് വാസുദേവഹ എന്ന് പറയാം. വസുദേവന്റെ പുത്രൻ. വാസുദേവോ എന്ന് പറഞ്ഞാൽ വസുദേവന്റെ മകൻ, അത്രയേ ഉള്ളൂ. പിന്നെയോ വസുർവസുമനാഹവി. അതിൽ വസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സർവഭൂതങ്ങളും ഏവനിൽ സ്ഥിതി ചെയ്യുന്നുവോ, ഏവൻ സർവഭൂതങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുവോ അവൻ. ഭഗവാൻ എല്ലാത്തിലും സ്ഥിതി ചെയ്യുന്നു, എല്ലാം ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നു. മനസ്സിലാണോ? ഭഗവാൻ എല്ലാത്തിലും സ്ഥിതി ചെയ്യുന്നു, എല്ലാം ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നു. ആ ഭഗവാനെയാണ് നമ്മൾ വസുഹ എന്ന് പറയുന്നത്. ഒന്നും ഭഗവാന് പുറത്തുമല്ല, ഒന്നും ഭഗവാന്റെ അകത്തുമല്ല, എല്ലാം ഭഗവാനിലാണ്. സമസ്തം അങ്ങ് ലയിച്ച് ചേർന്നിരിക്കുകയാണ്. ഭഗവാന്റെ ഉള്ളിലൊന്ന് പുറത്തൊന്നുമില്ല, എല്ലാം ഭഗവാനിലാണ്. അതുകൊണ്ടാണല്ലോ യശോദാമ്മ വാ തുറക്കും ഉണ്ണി എന്ന് പറഞ്ഞപ്പോൾ വാ തുറന്നിട്ട് സകല ബ്രഹ്മാണ്ടങ്ങളും കാണിച്ചു കൊടുത്തത്. ഈ ബ്രഹ്മാണ്ടങ്ങളിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാണ് എല്ലാം ഭഗവാന്റെ ഉള്ളിലായിരിക്കുന്നത്, ഒന്നും ഭഗവാന്റെ പുറത്തില്ല.
മനസ്സിലായി? അപ്പോൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഒരു ഭൂമിക്ക് ചുറ്റും ഭഗവാൻ ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക. അപ്പൊ എന്താ, എല്ലാം ഭഗവാന്റെ ഉള്ളിലാണ്. അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കും. അങ്ങനെയല്ല, പക്ഷെ ഞാൻ പറയാണ്, എല്ലാം ഭഗവാന്റെ കൈക്കുമ്പിളിൽ ഭദ്രമാണ്. എല്ലാം അദ്ദേഹം ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്, ഇതുപോലെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. സമസ്തവും അദ്ദേഹത്തിലാണുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭഗവാനെ വസു എന്ന് വിളിക്കുന്നു. സർവഭൂതങ്ങളും ഏവനിൽ സ്ഥിതി ചെയ്യുന്നുവോ, എല്ലാ ഭൂതങ്ങളും ആരെല്ലാം സ്ഥിതി ചെയ്യുന്നത്? ഭഗവാനിൽ. ഏവൻ സർവ്വഭൂതങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥിതി ചെയ്യുന്നതിലെല്ലാം ഭഗവാനുണ്ട്, എല്ലാം ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നു. അതായത് ഒന്നും ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് സാരം. അപ്പൊ എന്ത് വേണം? എല്ലാത്തിലും നമ്മൾ കൃഷ്ണമയമായിരിക്കണം. എന്ത് കണ്ടാലും അതിലൊരു കൃഷ്ണമയം നമ്മൾ കാണണം. ഏതിലും ഭഗവാന്റെ സ്വരൂപം ദർശിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായി? ആ ഭഗവാനെ നമ്മൾ വസു എന്ന് വിളിക്കുന്നു. ക്ലിയർ? ഇനിയോ ഇവിടെ തീരുന്നു വസുർവസുമനാഹവി. ഇനി വസുമന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ പദാർത്ഥങ്ങളിലും സാമാന്യ ഭാവത്തോടെ വസിക്കുന്ന മനസ്സുള്ളവൻ. അതായത് ആരും ഭഗവാന്റെ മുമ്പിൽ ചെറിയവനും അല്ല വലിയവനും അല്ല. ഭഗവാൻ എല്ലാം തുല്യരാണ്. ഞാൻ കൃഷ്ണനെ വിളിക്കുന്നുണ്ട്, എന്നോട് ചെയ്താൽ ഇങ്ങനെ കൃഷ്ണൻ ചോദിക്കും, അങ്ങനെയൊന്നുമില്ല. എല്ലാരും ഈക്വലാ. ഭഗവാനെ വിളിക്കുന്നവരും വിളിക്കാത്തവരെല്ലാം ഭഗവാന് തുല്യരാ. പക്ഷെ ഭഗവാന്റെ നാമം നമ്മൾ ചൊല്ലിയേ പറ്റൂ. അത് ചൊല്ലണം. ചൊല്ലിപ്പിക്കും ഭഗവാൻ ഒരു ദിവസം, അത് ഉറപ്പാ. മോക്ഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചൊല്ലിയിരിക്കും. അപ്പോൾ ഞാൻ ഭഗവാന്റെ വലിയ ഭക്ത, നിങ്ങൾ ഭഗവാന്റെ ഭക്തരല്ല, അതുകൊണ്ട് ഇങ്ങനെയുള്ള വേർതിരിവ് ഒന്നുമില്ല. എല്ലാവരും ഭഗവാൻ ഈക്വല. സകല ജീവജാലങ്ങളും ഭഗവാന് തുല്യരാ. ഒരാൾ ഉയർന്നതും ഒരാൾ താഴ്ന്നതും ഒന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ നമസ്കരിക്കാൻ, മറ്റുള്ളവരെ അംഗീകരിക്കാൻ പഠിക്കണം. ഏതിലും എന്തിലും ഗുരുവായൂരപ്പനെ കാണാൻ ശ്രമിക്കണം. അങ്ങനെയാകുമ്പോൾ കഴിയുമ്പോൾ എന്തായി? നമുക്ക് ഭഗവാനോടൊരു ആത്മബന്ധം വരും. മനസ്സിലായില്ലേ? ഭഗവാനോടൊരു ആത്മബന്ധം ഉറപ്പായിട്ടുണ്ടാവും. ഭഗവാൻ പറയുന്നു ഭഗവാന്റെ ഭക്തർക്ക് നാശമില്ലാന്ന്. അപ്പൊ ഭഗവാനെ അറിയാത്തവര് ഭഗവാന്റെ നാമം ചൊല്ലി ഭക്തരായി മാറണം. അപ്പൊ ഭഗവാന്റെ ഭക്തി പഠിക്കാൻ, ഭഗവാനിലേക്ക് ഒരു ഭക്തി ഉണ്ടാവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന നമ്മളോട് ഭഗവാന് കുറച്ചുകൂടി സ്നേഹം ഉണ്ടാവണേ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ അത് ഒരിക്കലും ഉണ്ടാവില്ല. എല്ലാവരോടും തുല്യമായിരിക്കും ഭഗവാൻ. ഒരമ്മയ്ക്ക് 5 മക്കളുണ്ടെങ്കിൽ 5 മക്കൾ ഒരമ്മയ്ക്ക്, നല്ലൊരമ്മയ്ക്ക് തുല്യരായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഭഗവാൻ എല്ലാവരും തുല്യരാണ്. ഭഗവാൻ കാത്തിരിക്കും. അവൻ എന്റെ നാമം ചൊല്ലുന്നില്ലേ, പക്ഷെ അവനും ഇവനും എനിക്ക് മക്കൾ തന്നെയല്ലേ, അവനൊരു ദിവസം ചൊല്ലട്ടെ, സാരല്ല, ഞാൻ അവനെ പരിപാലിക്കും അതുവരെ. ഇനി ചൊല്ലുന്നവനെയോ, നീ എന്റെ നാമം ചൊല്ലുന്നില്ലേ, നീ ചൊല്ല്, ഞാൻ കേൾക്കുന്നുണ്ട്. ഇതാണ് ഭഗവാന്റെ മൈൻഡ് സെറ്റ്. ഭഗവാൻ എല്ലാം തുല്യമാണ്. മനസ്സിലാണോ? അതുകൊണ്ട് ആരെയും ഒരാൾ ഉയർന്നിരിക്കുന്നു, ഒരാൾ താഴ്ന്നിരിക്കുന്നു, അവരെയാണ് കൂടുതൽ ഇഷ്ടം, ഇവരെ കൂടുതൽ ഇഷ്ടമില്ല, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. എല്ലാം ഈക്വലാണ് ഭഗവാന്റെ മുമ്പിൽ. എല്ലാവരും ഈക്വലാണ്. ഓക്കെ? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സാമാന്യ ഭാവത്തോടെ വസിക്കുന്ന മനസ്സുള്ളവൻ. സാമാന്യ ഭാവം, ഒരേ മനസ്സോടു കൂടിയാണ് ഭഗവാൻ എല്ലാവരിലും വസിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ വസുമനഹ എന്ന് വിളിക്കുന്നു. ഇനിയോ ലാസ്റ്റ് ലൈൻ വസുർവസുമനാഹവി. ഹവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹവിസിന്റെ സ്വരൂപത്തിലുള്ളവൻ. നമ്മൾ സമർപ്പിക്കുന്ന എല്ലാം ഹവിസായിട്ട്, എല്ലാ യാഗങ്ങളിലും ഹവിസ് എല്ലാം സമർപ്പിക്കൂലേ നമ്മൾ, എല്ലാം ഭഗവാനാണ് സ്വീകരിക്കുന്നത്. ഏത് ദേവനെ പൂജ ചെയ്താലും അത് ഗുരുവായൂരപ്പനാണ് കിട്ടണേ. കാരണം എന്താ? അഖില കോടി ബ്രഹ്മാണ്ഡ നായകനാണ് ഭഗവാൻ. പരമദിവ്യോത്തമ പുരുഷനാണ് ഭഗവാൻ. വിരാട് രൂപത്തിൽ പറയുന്ന ആ എല്ലാ ഭഗവാന്റെ സമസ്തവും ഭഗവാനിലല്ലേ ഉള്ളത്. അപ്പൊ അതെല്ലാം ഭഗവാനാണ്. അതിലൊരു മാറ്റമില്ല, ഒരു തർക്കവും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് പൂജ ചെയ്താലും, എന്ത് പ്രാർത്ഥിച്ചാലും, എന്ത് കൊടുത്താലും, ഏത് കൊടുത്താലും അതെല്ലാം ഭഗവാനിലേക്കാണ് ചെന്ന് ചേരുന്നത്. എന്റെ കൈക്ക് ഈ വലത് കൈക്ക് ഒരു ഭക്ഷണം, ഇടത് കൈക്ക് ഒരു ഭക്ഷണം, വലത് കാലിനൊരു ഭക്ഷണം, ഇടത് കാലിനൊരു ഭക്ഷണം എന്ന് പറയാൻ കൊടുക്കുന്നില്ലല്ലോ. വായിലൂടെ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അത് തുല്യമായിട്ടാണ് ശരീരം മുഴുവൻ എത്തുന്നത്. അപ്പൊ അതേപോലെ നമ്മൾ എന്ത് എവിടെ കൊടുത്താലും അതെല്ലാം ഭഗവാനാണ് കിട്ടുന്നത്. ക്ലിയർ? അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് മനോജവസ്തീർത്ഥകരോ വസുരേധ വസുപ്രദ വസുപ്രദോ വാസുദേവോ വസുർവസുമനാഹവിഹ. സിമ്പിളാണ്. മനസ്സിന്റെ വേഗതയിനേക്കാളും കൂടുതൽ വേഗതയുള്ള 14 വിദ്യകളാവട്ടെ, ബാഹ്യങ്ങളായിരിക്കുന്ന വിദ്യകളാവട്ടെ, സിദ്ധാന്തങ്ങളാവട്ടെ, ഉപനിഷത്തുകളാവട്ടെ, ഇതിന്റെ എല്ലാം ഓണറായിരിക്കുന്ന, അധികാരിയായിരിക്കുന്ന, സ്വർണത്തേക്കാൾ കൂടുതൽ തേജസ്സുള്ള, ധനം സന്തോഷത്തോടു കൂടി നൽകുന്ന, ഭക്തന്മാർക്ക് എല്ലാത്തിൻ്റെയും മുകളിലിരിക്കുന്ന മോക്ഷമാകുന്ന ആ അനുഗ്രഹം നൽകുന്ന, വാസുദേവന്റെ മകനായിരിക്കുന്ന, സർവഭൂതങ്ങളും ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത്, അങ്ങനെ ഇരിക്കുന്ന എല്ലാ ഭൂതങ്ങളും ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നു, അങ്ങനെ ഇരിക്കുന്ന എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഹവിസിന്റെ രൂപത്തിലിരിക്കുന്ന ആ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ഓക്കെ? ക്ലിയർ? മനസ്സിലായോ? ക്ലാസ് ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഇങ്ങനെ ഇരിക്കും. ഉറക്കം വരുന്നു മാതാജി, പാവം. ഞാനും ഉറക്കമില്ലാത്തൊരു ജന്മം. നിങ്ങളെങ്കിലും പോയി കിടന്നുറങ്ങും. എന്നാലേ ഞാൻ ഉറങ്ങാഞ്ഞാലേ നിങ്ങൾക്ക് നാളെ ക്ലാസ് എടുത്തരാൻ പറ്റും. അപ്പൊ ഹാപ്പി ആയിട്ട്, സന്തോഷമായിട്ട്, നല്ല ബോൾഡായിട്ട്, ഗംഭീരമായിട്ടിരിക്കുക. കാരണം എന്താ?
മഞ്ജരീസിലൂടെ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവരാണ് നിങ്ങൾ അല്ലേ? മഞ്ജരീസ് കുടുംബാംഗമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും. എവിടെയും ഒറ്റപ്പെടലില്ല. കാരണം എന്താ, നമ്മളെല്ലാവരും ഭഗവാന്റെ അണ്ടറിലാണ്. നമ്മുടെ പൊന്നു കിച്ചൂട്ടൻ സ്നേഹത്തോടെ പരിപാലിക്കും. ശ്രീമതി രാധാറാണി നമ്മളെ നല്ല സ്നേഹത്തോടെ കൊണ്ടുനടക്കും. അതുകൊണ്ട് നമുക്ക് ഒരു വിഷമവും ഇല്ല. ഓക്കെ. വിഷു നാരായണിയും കിട്ടിയിട്ടില്ല. മഞ്ജരീസ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ആ സെക്ഷൻ എൻ്റെതല്ല. ശാന്തി മാതാജി, വിനോദ് പ്രഭു, ഞാൻ ആ സെക്ഷൻ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. പാക്കിംഗ് അതൊക്കെ അവരുടെ സെക്ഷൻ, ഞാനത് നോക്കില്ല. മഞ്ജരീസിൽ മെസ്സേജ് ഇട്ട് വെച്ചോളൂ. അവർ നാളെ മെസ്സേജ് നോക്കിയിട്ട് അവരയച്ചിട്ട്. ഓക്കെ. ഏതെങ്കിലുമൊക്കെ കുറേ പാക്ക് ചെയ്യുമ്പോൾ വിട്ടു പോവുപ്പാ, ക്ഷമിക്കേ. ചിലപ്പോൾ ഒരെണ്ണം കൊടുത്ത് 2 വരും. അവൻ സാറില്ല, 2 തിന്നോളൂ, പഞ്ചാമൃതല്ലേ. ഓക്കെ. അപ്പോൾ കിട്ടാത്ത എന്തുണ്ടെങ്കിലും മെസ്സേജ് ഇടൂ. പിന്നെ നമുക്ക് നാരായണീയം ശ്ലോകം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ അർത്ഥസഹിതമുള്ള നാരായണീയം, വിഷ്ണു സഹസ്രനാമം, ഗരുഡ പുരാണം, ഇത് 3 എത്തിയിട്ടില്ല. ഇത് ഞാൻ വായിക്കുന്ന പുസ്തകം നിങ്ങൾക്ക് വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അത് 3 എത്തിയിട്ടില്ല. ബാക്കി എല്ലാ ഐറ്റംസും വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഇവിടുന്ന് ഒരു 100, 150, 200ഓളം പാർസൽ ഇവിടുന്ന് അയച്ചു കഴിഞ്ഞു. പിന്നെ ഇന്നും കുറച്ച് പാർസൽ പോയിട്ടുണ്ട്. ഒരു 3 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇന്നും പോയിട്ടുണ്ട് ഒരു 100ഓളം പാർസൽ. അത് മേ ബി നാളെ എത്തില്ല, മറ്റന്നാൾ അതിൻ്റെ പിറ്റേന്നൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. വെയിറ്റ് ചെയ്തോളൂ, കിട്ടും കേട്ടോ. ഈ ഒരു 3-4 ദിവസത്തിനുള്ളിലും കിട്ടിയിട്ടില്ലെങ്കിൽ മെസ്സേജ് ഇട്ടോളൂ, അവർ വീണ്ടും റീപോസ്റ്റ് ചെയ്തു. ക്ലിയർ? हरे कृष्णा, सर्वम कृष्ण अर्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा पवनपुरेशन की जय, ओम श्री मात्रे नमः, हर हर महादेव. സന്തോഷമായിട്ട് പോയി കിടന്നുറങ്ങും. ഗുഡ് നൈറ്റ്.